ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഥയിലുമുണ്ടൊരു കാര്യം. എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ സ്റ്റോറി തെറാപ്പിയുടെ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്റ്റോറികൾ, അതിന്റെ കലാമൂല്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സ്റ്റോറി തെറാപ്പി എക്സാക്ട് ഒരു തെറാപ്പി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന തലത്തിന്റെ അവസാന ഭാഗം, പ്രോസസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോരോ കഥകളിലൂടെയാണ് അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ കഥ നമുക്ക് കഥയിലുമുണ്ട് ഒരു കാര്യം എന്ന് പറയുന്ന ആ രീതിയിലൂടെ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മുടെ അന്ത്യഘട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന്റെ അന്ത്യത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് ആ അവസ്ഥ, കഥയിലൂടെ ഡോക്ടർ ജോഷി സാറ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. ജോഷി സാറിന് വളരെ സന്തോഷകരമായ ഒരു വിശേഷം സാർ പറഞ്ഞു. ട്രാൻസാക്ഷൻ അനാലിസിസിലെ ഡിപ്ലോമ ഇൻ ട്രാൻസാക്ഷൻ അനാലിസിസ് പാസ്സായി വീണ്ടും ഫർദർ സൈക്കോളജിയുടെ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോഷി സാറിനെയും. ജോഷി സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir. Actually, I have to thank Sabu sir for giving this platform. കാരണം ഞാൻ ഇതിലെ ഒരു 10ഓളം ക്ലാസ്സുകൾ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. സാറ് ഒരുപാട് സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു സാറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സാറിനോട് വളരെ ബഹുമാനമുണ്ട്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്ന ആളുകളെ നമ്മളെപ്പോഴും ബഹുമാനിക്കണം. സാറിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ എന്നെ കേൾക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാ ഓഡിയൻസിനോടും ഞാനിവിടെ നന്ദി പറയുകയാണ്. എന്നെ ഞാൻ പലരുടെയും പേരുകൾ പുതിയതായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് സാറ് പറഞ്ഞ പോലെ എൻ്റെ പേര് ജോഷി. ഞാൻ ഒരു PhD ഹോൾഡറാണ് കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതുപോലെ MPhil ഹോൾഡർ ഇൻ അപ്ലൈഡ് എക്കണോമിക്സ്, അതുപോലെ MBA ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ പോലെ DTA കഴിഞ്ഞു, പാസ്സായി. ഇനി MA സൈക്കോളജി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാനൊരു ജീവിതം ഒരു പഠിപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ്ങുകളും ഇതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് സ്ക്രിപ്റ്റ് എന്ന് സാറ് പറഞ്ഞു. പക്ഷെ സാറിൻ്റെ ഇന്നത്തെ ദിവസം സാറ് പല ദിവസങ്ങളിൽ പല ടോപ്പിക്കുകൾ തിരിച്ചിരിക്കുകയാണ്. അതായത് ഞായറാഴ്ച മ്യൂസിക് തെറാപ്പി, തിങ്കളാഴ്ച സൈക്കോളജി, ചൊവ്വാഴ്ച എന്താ പറയുക, സ്റ്റോറി തെറാപ്പി. അപ്പോൾ ഇത് ആദ്യം എന്നോട് പറഞ്ഞാൽ ഈ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കഥ പറയുന്നതിലൊന്നും അത്ര ഇതുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് സാറ് അത് വേറൊരു സൈക്കോളജി ക്ലാസ് ഇട്ടത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആഴ്ച വീണ്ടും സാറ് പറയണം, എനിക്കൊരു സബ്ജക്റ്റുകൾ തരികയാണ്. ജോഷി, ഇത് ഇങ്ങനെ എടുത്താൽ നന്നായിരിക്കും. മുമ്പ് ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്, ഈ പ്രോസസ് സ്ക്രിപ്റ്റ് ഞാൻ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കഥകളൊക്കെ നല്ല കഥകളാണ്. അത് ആ കഥകൾ പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു പവർ പോയിന്റ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. ഒരു സെക്കൻഡ്. ഷെയർ സ്ക്രീൻ. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാമോ? അപ്പം ഞാൻ അതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ടുള്ളത് പ്രോസസ് സ്ക്രിപ്റ്റ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ ഗ്രീക്ക് മിത്തോളജി ക്യാരക്ടേഴ്സ്. ഇതിൽ ഗ്രീക്ക് മിത്തോളജിയിലെ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോസസ് സ്ക്രിപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. One second, I pause summary and then share screen and then slideshow from beginning. Okay. സാറ് പറഞ്ഞു സ്റ്റോറി തെറാപ്പിയാണ് ഇന്നത്തെ ഇന്ന് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു. എന്താണ് ഈ സ്റ്റോറി തെറാപ്പി, എന്താണ് ഈ തെറാപ്പി എന്നുള്ളത് ഒരു ചെറിയൊരു ഇതോട് നമുക്ക് തുടങ്ങാം. തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സംഗതിയാണ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സ്റ്റോറി തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. കാരണം നമുക്കൊക്കെ ഒരു സ്റ്റോറി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി അതെങ്ങനെയാണ്, നല്ലതാണോ ചീത്തയാണോ, ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും സ്റ്റോറികളുണ്ടോ, ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ,
ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറി തെറാപ്പി വഴി ചെയ്ത് വളരെ വളരെ ഇഫക്റ്റ്. ഈ അടുത്ത കാലം വരെ ഈ സ്റ്റോറി തെറാപ്പി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സാർ ഇങ്ങനെ ഈ വെബിനാറിൽ ഈ ടോപ്പിക് ആയിട്ടെടുത്തെങ്കിലും ഈ സ്റ്റോറി തെറാപ്പി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം മറ്റ് തെറാപ്പികളുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യം അപ്പം ഇന്ന് വായിച്ചു നോക്കിയപ്പോഴേ മനസ്സിലായത് ഇതൊരു തെറാപ്പി തന്നെയാണ്. മറ്റുള്ളവരുടെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രോസസ് സ്ക്രിപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രോസസ് സ്ക്രിപ്റ്റ് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയണം. എനിക്കറിയില്ല, ഇവിടെ കണ്ട പോലെ പുതുമുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ആ സ്ക്രിപ്റ്റിനെ പറ്റി ഒന്ന് ഓടിച്ച് പറയാമെന്ന് തീരുമാനിച്ചു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എടുക്കുന്ന കുറെ ഡിസിഷൻ്റെ ഒരു ആകത്തുകയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ പാരന്റൽ ഫിഗേഴ്സോ ടീച്ചേഴ്സോ ഒക്കെ നമുക്ക് തന്നിട്ടുള്ള സ്ക്രിപ്റ്റ് മെസ്സേജസ് ഉണ്ട്. അത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇതിങ്ങനെ നടക്കണം. ഇതൊക്കെ മെസ്സേജസ് ആണ്, പാരൻസിനോ പാരന്റൽ ഫിഗേഴ്സിനുള്ള മെസ്സേജുകളാണ്. ഈ മെസ്സേജുകൾ നമ്മളുടെ മനസ്സിൽ വന്നിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. എന്തിനെ പറ്റി? നമ്മളെപ്പറ്റിയും മറ്റുള്ളവരെ പറ്റിയും ഈ ലോകത്തെ പറ്റിയും ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. ആ ഡിസിഷൻ്റെ ഒരു ആകത്തുകയാണ് നമ്മുടെ ലൈഫ് സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ലൈഫ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ നമ്മളെ സ്വാധീനിക്കുന്ന സംഗതിയാണ് ലൈഫ് സ്ക്രിപ്റ്റ്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യം, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടീനെ ഏറ്റവും ആദ്യം ടച്ചാണ് ആ കുട്ടിക്ക് വേണ്ടത്. അതിന് സ്ട്രോക്ക് എന്ന് പറയും. നമുക്കെല്ലാം ആ ലാളനയും ആ സ്ട്രോക്കാണ് വേണ്ടത്. കുട്ടി അത് ആഗ്രഹിക്കുമ്പോൾ ജനിച്ചു വന്ന കുട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്കറിയാം. അപ്പം എങ്ങനെ അച്ഛനൊരു അത് നോ എന്ന് പറയുമ്പോൾ എങ്ങനെ അത് എതിർക്കും, എങ്ങനെ ഞാൻ സ്നേഹത്തോടെ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റും, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസാണ് മോൻ എടുക്കുന്നത്. ഇത് ജനിക്കുന്നത് മുതൽ നമ്മൾ മരണം വരെ ഈ സ്ക്രിപ്റ്റ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റിന് ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു മിഡിലുണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. സിനിമ സ്ക്രിപ്റ്റ് എന്നൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തിരക്കഥ തന്നെ പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥ. ചിലപ്പോഴേ ഒരു ഡിസ്ട്രെസ് ആയിട്ടുള്ള മൊമെൻറ്റുകളിൽ നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ, നമ്മളെ സഹായിക്കാൻ നമ്മൾ പലപ്പോഴും പല മെത്തേഡുകൾ ഉപയോഗിക്കും, ഇല്ലേ? ഇപ്പം അച്ഛൻ പറയാണ് ഡോണ്ട് ക്രൈ, കരഞ്ഞാൽ എനിക്ക് അടി കിട്ടും കേട്ടോ എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം അച്ഛൻ കരയരുതെന്ന് പറയുമ്പോൾ ഞാൻ കരഞ്ഞാൽ അച്ഛൻ എന്നെ അടിക്കും, ഉറപ്പാണ്. അപ്പം ഞാൻ ഒരു സൂത്രം ഉപയോഗിക്കുന്നത്, ഞാൻ അപ്പോൾ എൻ്റെ ഇമോഷൻസ് കടക്കി വെച്ച് കരയാതെ നിൽക്കും. ഇങ്ങനെയുള്ള ഒരു സംഗതി ഫ്യൂച്ചറിൽ ഈ ഇമോഷൻസ് അടക്കിക്കുന്ന പ്രോബ്ലം എന്ന് പറയാം, പിന്നീട് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ കാണിക്കാൻ അവർക്ക് പറ്റില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ മരിച്ചു കിടക്കുമ്പോൾ കരയാൻ പറ്റുന്നില്ല, അയാൾക്ക് കരയാൻ പറ്റുന്നില്ല. അതിന് കാരണം അവന് ചെറുപ്പത്തിലെ അവൻ്റെ ഇഞ്ചക്ഷൻസ് കൊണ്ട് അവനൊരു വിലക്കുണ്ട്. നീ കരയരുത്, നീ ഫീലിങ്സ് കാണിക്കരുത്, ഇമോഷണൽ ആകരുത്. ഇതുകൊണ്ടാണ്. അപ്പോൾ അവനെ ഡിസിഷൻ അന്ന് എടുത്തു, ഞാൻ അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിലോ ഒന്നും ഇമോഷണൽ ആകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ മരിച്ചപ്പോഴേ അയാൾക്ക് കരയാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ പഠിച്ചിരുന്ന നമുക്ക് 12 ഇഞ്ചക്ഷൻസ് ഉണ്ട്, വിലക്കുകളുണ്ട്. 12 ഇതിനൊക്കെ മറികടക്കാനായിട്ട് ഇതിന് കൗണ്ടർ ഇഞ്ചക്ഷൻസ് ഉണ്ട്. അച്ഛൻ പറയാണ് നോ, ഡോണ്ട് ലീവ്, ഡോണ്ട് ബി ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അതിനെ മറികടക്കാനായിട്ട് നമുക്ക് തന്നെ അവർ തരുന്ന ഒരു കൗണ്ടർ ഇഞ്ചക്ഷൻ നമ്മുടെ അടുത്തുണ്ട്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷണറി ഓർഡേഴ്സ് ആണ്. അച്ഛനും അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പാരന്റൽ ഫിഗേഴ്സ് കിട്ടുന്ന പ്രൊഹിബിഷണറി ഓർഡേഴ്സ് ആണ് ഇഞ്ചക്ഷൻസ്. കൗണ്ടർ ഇഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പാരൻസ് തന്നെ നമുക്ക് തന്നിട്ടുള്ള ചില പഴുതുകളാണ് കൗണ്ടർ ഇഞ്ചക്ഷൻസ്. ഈ ഇഞ്ചക്ഷൻസ് വെറുതെ ഒന്ന് ഓടിച്ചു പറയാം. ആദ്യത്തെ ഇഞ്ചക്ഷൻ ഡോണ്ട് ബി അല്ലെങ്കിൽ ഡോണ്ട് എക്സിസ്റ്റ്. കാരണം ചിലപ്പോൾ കുട്ടി ഉണ്ടാകാൻ, കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാകാൻ കപ്പിൾസിന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ അറിയാതെയോ എങ്ങനെയോ കുട്ടി അയാൾ പ്രഗ്നൻ്റായി, കുട്ടി ജനിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിൽ തന്നെ അച്ഛനും അമ്മയും ഡിസ്കസ് ചെയ്യുന്നത് ഇയാൾക്ക് അതിൻ്റെ പൾസ് കിട്ടും, അവൻ ഉണ്ടാകണ്ടായിരുന്നില്ല, ഇപ്പം വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ടായാലും അവൻ ചിലപ്പോൾ ഒരു സംഭാഷണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഞാൻ ജനിക്കരുതായിരുന്നു, ഈ ഇഞ്ചക്ഷൻ ഉണ്ടാകുന്നത് ഞാൻ ജനിക്കരുതായിരുന്നു. അല്ലെങ്കിൽ ഡോണ്ട് ബി യു, ചിലപ്പോൾ ഒരു ആൺകുട്ടിയാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ ജനിച്ചത് പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ടാവും, ഓ പെൺകുട്ടി വേണ്ടായിരുന്നു. അപ്പോഴും ഈ കുട്ടിക്ക് മനസ്സിൽ ഡോണ്ട് ബി യു, നീ ഇവിടെ ഇങ്ങനെ ജനിക്കേണ്ടതല്ല, നീ ആൺകുട്ടിയായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അതുപോലെ ഡോണ്ട് ബി എ ചൈൽഡ്. കാരണം കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, കരയുക, എന്തെങ്കിലും പറയുമ്പോൾ കരയുക. അപ്പം അച്ഛൻ ചോദിക്കുക, നീ ഒരു ആൺകുട്ടിയല്ലേ, നീ കരയാൻ പാടുണ്ടോ? ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന് ജനറൽ ഒരു തിങ്കിങ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഞാൻ ഇമോഷണൽ ആകാൻ പാടില്ല, കരയാൻ പാടില്ല എന്നുള്ളത്, ചൈൽഡ് ആവാൻ പാടില്ല. അപ്പം അവനോട് തന്നെ അവൻ്റെ അച്ഛനമ്മയും പറയാണ്, 3 കുട്ടികളുടെ വീട്ടിൽ, അപ്പം താഴെ 2 കുട്ടികൾ ഇത് കളിക്കുക. അപ്പം മൂത്തോട് പറയാം, നീ പോയി അവരുടെ ആ പാലെടുത്ത് കൊണ്ട് കൊടുത്തേ, നീ അവരുടെ ആ ഡ്രസ്സ് കൊണ്ട് കൊടുത്തേ എന്ന് പറയുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ചൈൽഡ് അല്ലാതെ അവനൊരു റെസ്പോൺസിബിലിറ്റി ആ ഒരു 7-ാം വയസ്സിലോ 6-ാം വയസ്സിലോ അവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ചെയ്യുന്നത്. അതുപോലെ ഡോണ്ട് ഗ്രോ അപ്പ്,
കാരണം നീ വളർന്നു കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവർ ഉമ്മ കൊടുക്കാനോ അവരെ ലാളിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. വളരുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അപ്പോഴാണ്. അപ്പോൾ ഈ കുട്ടി മനസ്സിൽ ഓട്ടോമാറ്റിക് വിചാരിക്കുകയാണ്, ഞാൻ വളരരുത്, ഞാൻ വളർന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് എൻ്റെ ഇഷ്ടമൊക്കെ പോകും. ഇപ്പോൾ കുറേ ഉമ്മൊക്കെ തരുന്നുണ്ട്, കുറേ കഴിയുമ്പോഴേ ഞാൻ വളർന്നു കഴിഞ്ഞാൽ എനിക്ക് ഉമ്മയൊന്നും കിട്ടില്ല. അപ്പോൾ ഡോണ്ട് ഗ്രോ അപ്പ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഡോണ്ട് മേക്ക് ഇറ്റ്, ഡോണ്ട് ബി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ കുട്ടികളൊക്കെ എന്താ പറയുക, ഗസ്റ്റൊക്കെ വരുമ്പോൾ കസേരയിൽ എല്ലാവരും ഇത് വർത്താനം, കുട്ടികൾ വന്ന് കസേരയിൽ വന്നിരിക്കും. ചില അച്ഛനമ്മമാരൊക്കെ പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട, നീ അവിടെ പുറത്ത് പോയിരുന്നേ, അല്ലെ അവിടെ പോയിരുന്ന് കളിച്ചേ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി വിചാരിക്കും ഞാൻ ഇമ്പോർട്ടൻ്റ് ഇല്ല, എനിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ഗസ്റ്റുകളും അച്ഛനും അമ്മയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഡോണ്ട് ബി ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ ഒരു വിലക്കാണ്. അതുപോലെ ഡോണ്ട് ബിലോങ് ടു ദ ഹൗസ്, ഡോണ്ട് ബി ക്ലോസ് ടു മീ, ഡോണ്ട് ബി വെൽ. അത് സാധാരണ വരുന്നൊരു സംഗതിയാണ്. കാരണം ചില കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അച്ഛനും അമ്മയും വളരെ കെയർ കൊടുക്കും. അവരെ താലോലിക്കലും അവർക്ക് മരുന്ന് കൊടുക്കലും. അവരുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്നേഹം കാണിക്കൽ കുറയും. അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ വരുന്നത്, ഞാൻ അസുഖക്കാരനായിട്ടിരുന്നാൽ എനിക്ക് എന്നും സ്നേഹം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പലപ്പോഴും പ്രിട്ടൻഡ് ചെയ്യും, ഞാൻ എനിക്ക് അസുഖമാണ്, എനിക്ക് ചുമയാണ്, എനിക്ക് പനിയാണ് അമ്മേ എന്നൊക്കെ പറയുന്നത് ആ അറ്റൻഷൻ, ആ സ്ട്രോക്ക്, ആ ലവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ ഡോണ്ട് തിങ്ക്. ചില കുട്ടികളെ ഓരോന്ന് ആലോചിച്ച് ചെയ്യുമ്പോൾ, മോനെ നീ ചിന്തിക്കണ്ട, ഞാൻ അപ്പം ചെയ്തു തരാം, അമ്മ ചെയ്തു തരും ഈ കാര്യം, നീ ഇത്ര ആലോചിക്കാൻ തലപോയി ഞാൻ ആലോചിക്കാൻ. അപ്പോൾ അവൻ വിചാരിക്കും ഞാനൊരു മണ്ടനാണ്, എനിക്കിത് ആലോചിക്കാനുള്ള സംഗതിയില്ല, അച്ഛൻ എനിക്ക് വേണ്ടി ആലോചിക്കും. ഫ്യൂച്ചറിൽ അവൻ്റെ തിങ്കിങ് ഈ ഇതിൽ നിന്ന് ഈ ഇഞ്ചക്ഷൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അവർ ഡോണ്ട് ഫീൽ. ഞാൻ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞ കരയരുത് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇമോഷണൽ ആകരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി, ഡോണ്ട് ഫീൽ. അപ്പം അതിൽ നിന്ന് അവനൊരിക്കലും ഈ അമ്മ മരിച്ചിട്ട് കരയാൻ പറ്റാത്ത ആ കുട്ടിയുടെ ആ കഥ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഇഞ്ചക്ഷനിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു ചെറിയ കമ്പാരിസൺ കൊടുത്തിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇഞ്ചക്ഷൻസ്, മറ്റേ സൈഡിൽ അതിൻ്റെ കോൺസിക്വൻസ്. ചിലർക്ക് ഷെയിം ആകാം, ചിലപ്പോൾ റിജക്ഷൻ ആകാം, ചിലപ്പോൾ ഇൻഫീരിയോറിറ്റി ആകാം, ചിലർക്ക് ഫീലിംഗ് ഡാമേജ്ഡ് ആയിരിക്കാം, ചിലർക്ക് ഒരു അറഗൻസ് വന്നെന്നായിരിക്കാം, ചിലരൊരു അബാൻഡൻമെന്റ് എന്നുള്ള തിങ്കിങ് ആയിരിക്കും. ഇപ്പം ഇതൊക്കെ രക്ഷപ്പെടാനായിട്ട് പാരൻസിന്റെ ഒത്താശയോടുകൂടി നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഡ്രൈവേഴ്സാണ് 5 പ്ലീസ് മീ, ബി പെർഫെക്റ്റ്, ബി സ്ട്രോങ്, ട്രൈ ഹാർഡ്, ഹറിയപ്പ്. ഇങ്ങനെ 5 ഡ്രൈവേഴ്സാണ് അതിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ഈ ഡ്രൈവേഴ്സ് ഒന്നും നമ്മളെ ഓട്ടോണമിയിലേക്ക് നയിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ഇത് കാര്യങ്ങൾ നടക്കില്ല ഇങ്ങനെ ചെയ്താൽ? അത് ഓട്ടോണമി അല്ല. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം അല്ലേ? ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അതിൽ അവയർനെസ് വേണം, അതിൽ സ്പോണ്ടേനിറ്റി വേണം, അതുപോലെ അതിന് എന്താ പറയുക, ഒരു സെക്കൻഡ്, അതിന് അവയർനെസ് വേണം, സ്പോണ്ടേനിറ്റി വേണം, അതുപോലെ ഇൻറ്റിമസി വേണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അതൊരു ഓട്ടോണമി ആവുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം ഞാൻ സ്ട്രോങ് ആയിട്ട് അഭിനയിക്കുക, സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക, ഇതൊന്നും ഒരു സ്പോണ്ടേനിറ്റി അല്ല. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ് സ്പോണ്ടേനിറ്റി. അതുപോലെ അവയർനെസ്സിന് എല്ലാത്തിനെ പറ്റി ഒരു ധാരണ, മാനസികത്തിൽ അവബോധം ഉണ്ടാകുക. അതുപോലെ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുക. അതുപോലെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കുക, മറ്റുള്ള പെരുമാറുക, റിലേഷൻ കീപ്പ് ചെയ്യുക, ഇതൊക്കെയാണ്. ഇതിലൊന്നും ഒരു ട്രാൻസ്പെറൻസി ഇല്ല. കാരണം അച്ഛൻ പറഞ്ഞു, നീ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ സ്ട്രോങ് ആയിട്ട് അഭിനയിച്ച് കാണിച്ചാൽ എനിക്ക് നിന്നോട് യാതൊരു വിരോധവും ഇല്ല, നീ ട്രൈ ഹാർഡ് ചെയ്താൽ നിന്നോട് എനിക്ക് വിരോധമില്ല. അപ്പോൾ അതൊന്നും ഒരു ഓട്ടോണമിയുടെ ഭാഗമല്ല. എന്ന് വെച്ചാലും അതൊരു കണ്ടീഷണൽ ഓട്ടോണമിയാണ്. കണ്ടീഷണൽ ആയിട്ടുള്ള ഓക്കേനെസ് ആണ്, ഓട്ടോണമി അല്ല, കണ്ടീഷണൽ ആയിട്ട് ഓക്കേനെസ് ആണ്. നമുക്ക് മുമ്പേ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ആൻഡ് ഐ ആം ഓക്കെ, യു ആർ. അങ്ങനെ 4 കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. ആ കണ്ടീഷൻസിൽ ആണ് ആ ഓക്കേനെസ് വരുന്നത്. ഇവിടെ ഇതിൽ ഒരു കണ്ടീഷണൽ ഓക്കേനെസ്സേ ഉള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഓക്കേനെസ് അല്ല എന്നാണ് എറിക് ബേൺ പറയുന്നത്. ഇപ്പം ഞാനൊരു ചെറിയ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കുട്ടിയെ 12 ഇഞ്ചക്ഷൻസ് കെട്ടി വെള്ളത്തിൽ താത്താൻ ശ്രമിക്കും. വെള്ളത്തിൻ്റെ ലെവലാണ് കാണുന്നത്. താത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പിടിവള്ളിയാണ് ഈ 5 ഡ്രൈവേഴ്സിനെ കാണിക്കുന്നത്. ഞാൻ സ്ട്രോങ് ആയാൽ ഞാൻ ഇഞ്ചക്ഷൻ രക്ഷപ്പെടും, ഞാൻ പെർഫെക്റ്റ് ആണ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇഞ്ചക്ഷൻ രക്ഷപ്പെടും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഇഞ്ചക്ഷൻ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പ്ലീസ് ചെയ്താൽ എപ്പോഴും സന്തോഷിച്ച് നിർത്തുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, അച്ഛനെ സന്തോഷിപ്പിച്ചാൽ അച്ഛൻ എന്നോട് അടിക്കാനോ എന്നെ ചീത്ത പറയാനോ വരില്ല. അതുപോലെ ഹറിയപ്പ്, എപ്പോഴും ഓടി നടക്കും എന്ന് വെച്ചാൽ വീട്ടിൽ ഊട് കഴിക്കാൻ സ്പീഡ് ചെയ്യുക, സ്കൂളിൽ പോകാൻ പെട്ടെന്നാകുക, ഒന്നും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ ചെയ്യുന്നത് ആ പാരൻ്റൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഹറിയപ്പായാലും അച്ഛന് ഇഷ്ടമാണ്, അച്ഛന് ഇഷ്ടമായാലും എനിക്ക് സ്ട്രോക്ക് കിട്ടും. അതാണ് അവിടുത്തെ ആ തിങ്കിങ്. അപ്പോൾ അതൊരു കണ്ടീഷണൽ ഓക്കേനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 5 ബലൂൺ പോലുള്ള ഈ ഡ്രൈവേഴ്സ് ഇവനെ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ രക്ഷിക്കുന്ന ഒരു പിടിവള്ളി, അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കൗണ്ടർ ബാലൻസ് ആണ്. അത് ഇഞ്ചക്ഷനും ഒരു കൗണ്ടർ ബാലൻസ് ആണ് ഈ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പറഞ്ഞ പോലെ പാരൻ്റൽ ഫിഗേഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം വേണം. നമുക്ക് ഓട്ടോണമി വേണമെങ്കിൽ, നമ്മൾ സ്വതന്ത്രമായിട്ട് ആയിത്തീരാനായിട്ട്, മനസ്സ് സ്വതന്ത്രമായിട്ട് ആയിത്തീരാനായിട്ട് ഓട്ടോണമി വേണമെങ്കിൽ നമുക്ക്
ഇതിന് ഒരു അലവേഴ്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അച്ഛൻ പറഞ്ഞു പ്ലീസ് അതേഴ്സ്, എന്നെയും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ നമ്മളൊരു അലവർ കൊടുക്കണം. സൈക്കോളജിസ്റ്റ് ഒരു അലവർ കൊടുക്കേണ്ടത് യെസ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ ടു കൺസിഡർ യുവർ സെൽഫ്, അല്ലെങ്കിൽ റെസ്പെക്ട് യുവർ സെൽഫ്. നീ ആരെ പ്ലീസ് ചെയ്യാനൊന്നും പോകണ്ട. അതുപോലെ ബി സ്ട്രോങ്. അപ്പോൾ അവിടെ ഒരു അലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ ടു ബി ഓപ്പൺ, മറ്റുള്ളവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ എയർ പിടിച്ച് മസിൽ പിടിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ട്രൈ ഹാർഡ്, ഇറ്റ് ഈസ് ഓക്കെ ടു ഡു ഇറ്റ്. അതാണ് അതിൻ്റെ അലവർ. ഹറിയപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഹറിയപ്പ്, യു ടേക്ക് യുവർ ഓൺ ടൈം. അതുപോലെ ബി പെർഫെക്റ്റ്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവാനും പറ്റില്ല. അപ്പോൾ ആ അലവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ ടു ബി മൈസെൽഫ്, അതാണ് അതിൻ്റെ അലവർ. സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. അതായത് നമ്മുടെ ബിഹേവിയറിൻ്റെയും അതുപോലെ മാനസികമായിട്ടുള്ള ആ അന്തർധാരയുടെ ഒക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് പ്രോസസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാനസിക തലത്തിലുള്ളൊരു സംഗതി തന്നെയാണ് ഇതും. അപ്പോൾ അതിന് ചില പാറ്റേൺസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാനസികമായിട്ടുള്ള അക്വയർ ചെയ്തിട്ടുള്ള ചില ബിഹേവിയർ, ചില പാറ്റേൺസുമാണ്, ചില മെൻ്റൽ പാറ്റേൺസുമാണ് നമ്മൾ ഈ പ്രോസസ് സ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ബാഡ് സ്ക്രിപ്റ്റിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. അതൊക്കെയാണ് ഈ പ്രോസസ് സ്ക്രിപ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. 6 പ്രോസസ് സ്ക്രിപ്റ്റുകളുണ്ട്. ഒന്നാമത്തത് അൺടിൽ, രണ്ടാമത്തത് ആഫ്റ്റർ, മൂന്നാമത്തത് നെവർ, നാലാമത്തത് ഓൾവേസ്, അഞ്ചാമത്തത് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഓൾമോസ്റ്റ് ടു, ആറാമത്തത് ഓപ്പൺ എൻഡഡ്. ഇതാണ് എറിക് ബേൺ തന്നിട്ടുള്ള 6 പ്രോസസ് സ്ക്രിപ്റ്റുകൾ. ഇതിൽ ഓൾമോസ്റ്റ് വൺ ആണ് എറിക് ബേൺ കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ടു എന്നുള്ളത് ടൈബി കാഹ്ലർ ഇറക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ടൈബി കാഹ്ലർ അതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഓൾമോസ്റ്റ് ടു എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിനും റിലേറ്റീവ് ആയിട്ടുള്ളൊരു ഡ്രൈവേഴ്സ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ എറിക് ബേൺ ഈ 6 പ്രോസസ് സ്ക്രിപ്റ്റുകളെ കമ്പയർ ചെയ്തിട്ടുള്ളത് 6 ഗ്രീക്ക് ക്യാരക്ടേഴ്സുമായിട്ടാണ്. ഒന്നാമത്തെ ഇതിൽ ഹെർക്കുലീസിനെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഡെമോക്ലസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ടെൻറ്റാലസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ അരാക്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ സിസീഫസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആറാമത്തെ ഫിൽമോൻ ആൻഡ് ബസിയസ്, ഒരു ഓൾഡ് കപ്പിളാണ്, അവരെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഓരോ പ്രോസസ് സ്ക്രിപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവരുടെ ക്യാരക്ടറോട് ഉള്ള ഒരു കമ്പാരിസൺ ആണ് ഇതിൽ കൊടുക്കുന്നത്. പണ്ടിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തത് അത് ഞാൻ പറഞ്ഞു, ഹെർക്കുലീസ് ആണ് അതിലത്തെ മെയിൻ കഥാപാത്രം. അതായത് കമ്പയർ ചെയ്യുന്നത് അത് ഗ്രീക്ക് മെത്തോളജിയിൽ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. നിങ്ങൾക്കറിയാം ഹെർക്കുലീസ് സൈക്കിൾ എന്ന് കേട്ടില്ലേ? ഹെർക്കുലീസ് സൈക്കിൾ, ഭൂമിയെ താങ്ങി നിൽക്കുന്ന ഒരു പടമൊക്കെ കാണാറില്ലേ? ഹെർക്കുലീസ് ഭൂമിയെ താങ്ങി നിൽക്കും. ശരിക്കും ആക്ച്വലി അത് ഹെർക്കുലീസ് അല്ല താങ്ങി നിൽക്കുന്നത്, അറ്റ്ലസ് ആണ് താങ്ങി നിൽക്കുന്നത്. പക്ഷേ ഈ കഥയിൽ ഹെർക്കുലീസിനവിടെ റോള് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെർക്കുലീസിൻ്റെ ആ പടം, ഭൂമി താങ്ങി പിടിച്ചിരിക്കുന്ന പടം അവിടെ കാണിക്കാൻ കാരണം. നമ്മൾ അറ്റ്ലസ് സൈക്കിളും കണ്ടിട്ടുണ്ട്, ഹെർക്കുലീസ് സൈക്കിളും കണ്ടിട്ടില്ലേ? ഒക്കെ സ്ട്രെങ്ത്തിൻ്റെ പര്യായമായിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഈ ഹെർക്കുലീസിന് ഒരുപാട് ടാസ്കുകൾ ഗോഡ് കൊടുത്തിരുന്നു. ഈ 12 ടാസ്ക് എന്നാണ് പറയുന്നത്. ഈ ടാസ്കുകളൊക്കെ വലിയ ടൈം എടുത്ത് വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ടാസ്കുകളാണ്. ഇങ്ങനെ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഫൊർഗോട്ട് ദ ജോയ് ഓഫ് ഫൈനർ സൈഡ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ സുഖ സന്തോഷങ്ങളെല്ലാം അയാൾ മറന്നുപോയി. നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആളുകളല്ലേ, കാലത്തെ ഓഫീസിൽ പോവും, ഇരുന്ന് പണിയെടുത്ത് തുടങ്ങി രാത്രി 12 മണിക്ക് കുറേ ഫയലും കൊണ്ട് വീട്ടിലേക്ക് വരും, വീണ്ടും 8 മണിക്ക് തിരിച്ച് ഓഫീസിൽ പോവും. അവർക്ക് സന്തോഷിക്കാനോ പിക്നിക്ക് പോകാനോ ഒരു ടൂർ പോകാനോ ഒന്നും സമയമില്ല. അതിന് കാരണം അവർ ഈ വർക്കിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് കൊണ്ട് നടക്കവർ. അതാണ് എല്ലാമെന്ന് വെച്ച് നടക്കുന്നവരാണ്. ഈ ടാസ്കുകളാണ് എല്ലാമെന്ന് ചിന്തിക്കുന്നവരാണ് അവർ. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ് സ്ക്രിപ്റ്റ് ഉള്ള ആളുകൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. അവർ ഒരിക്കലും സന്തോഷമാവാനായിട്ട് അവരൊരു ചാൻസോ ഒന്നും അവർ കണ്ടുപിടിക്കില്ല. അവർക്ക് ഇത് മാത്രമാണ് അവരുടെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ബി പെർഫെക്റ്റ് എന്നുള്ളതാണ് അവൻ്റെ ഡ്രൈവർ. ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാർ കൊടുത്ത വിലക്കിൽ നിന്ന് അവനൊരു ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്, അത് ബി പെർഫെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്ത് ഒന്നും എല്ലാ വർക്കുകളും അതുപോലെ കൊണ്ട് നടന്ന് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് നടക്കുന്നത്. അവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് സന്തോഷിക്കണം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ചിന്തയിൽ വരിക, അയ്യോ ആ ജോലി തീർത്തിട്ടില്ലല്ലോ, അത് തീർത്തിട്ടാകാം. അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട്, ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഞാൻ പിക്നിക്ക് പോവാം, മക്കൾ വലുതായിട്ട് നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ ഹെർക്കുലീസിൻ്റെ കഥയിൽ ഇങ്ങനെയാണ്. ഹെര എന്ന് പറഞ്ഞിട്ട് ഒരു ഒളിമ്പ്യൻ ഗോഡസ് ഉണ്ട്. അവർ ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ക്യൂൻ ഓഫ് ദ ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഹെർക്കുലീസിൻ്റെ ഫോർഫാദേഴ്സുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എനിമിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഹെർക്കുലീസ് ജനിച്ചപ്പോൾ ഹെർക്കുലീസിനെ വധിക്കാനായിട്ട് ഈ ഗോഡസ് ഹെര എന്നുള്ള ഗോഡസ് ശ്രമിക്കുക ചെയ്യുന്നത്.
അങ്ങനെ ഹെർക്കുലീസ് ജനിച്ച ആ തൊട്ടിലുണ്ടല്ലോ, ആ പുൽത്തൊട്ടിലില് 2 പാമ്പുകളെ കൊണ്ടുവിടുകയാണ് ഈ ഹെറ. പക്ഷെ ഹെർക്കുലീസ് അന്നും വളരെ ശക്തനാണെന്ന്. അദ്ദേഹം ആ പുൽത്തൊട്ടിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ജനിച്ചു വീഴുന്ന ആ തൊട്ടിലേക്ക് കിടന്നുകൊണ്ട് ആ പാമ്പുകളെ വധിക്കുക ചെയ്യുന്നത്. ആ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും 2 പാമ്പുകളെ കൈ പിടിച്ചിരിക്കുന്നത്. അയാൾ അത്രയും സ്ട്രോങ് ആണ്, ജനിക്കുമ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഹെർക്കുലീസ്. അപ്പോഴും ഹീര അവിടെ തോറ്റെങ്കിലും ഹീര അത് വിടാൻ തയ്യാറായില്ല. ഹെര എന്ത് ചെയ്തു? ഇയാൾ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു ഭ്രാന്ത് ഈ ഗോഡ് കൊടുത്തു, ഒരു ഭ്രാന്തനാക്കി മാറ്റി ഇയാൾ. അങ്ങനെ ആ ഭ്രാന്തിൽ അറിയാതെ ഇയാളുടെ ഭാര്യയും മക്കളെയും വധിച്ചു കളയുക ചെയ്യുന്നു. അങ്ങനെ ഇരുന്ന് ആലോചിച്ചിരുന്നു. പിന്നെ ഹെർക്കുലീസ് മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹെർക്കുലീസ് അപ്പോളോ എന്നുള്ള ഗോഡുണ്ട്, ആ ഗോഡിന്റെ അടുത്തേക്ക് പോവുക ചെയ്യുന്നു. അപ്പോളോ എന്ന ഗോഡിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്ത് തെറ്റായി പോയി, അറിയാതെ ചെയ്തു പോയതാണ്, എന്ത് പണിഷ്മെന്റ് എനിക്ക് തന്നോളൂ, ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോളോ ശരി, ഓക്കെ, നിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, ഈ ഹെറ കളിച്ചൊരു കളിയാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നിനക്കൊരു പ്രാശ്ചിത്തം ഞാൻ തരികയാണ്. നീ 12 ടഫായിട്ടുള്ള ടാസ്കുകൾ ചെയ്യണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പെനൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ പറയും ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതിൽ നിന്നുണ്ടായതാണ് ഈ ഹെർക്കൂലിയൻ ടാസ്ക് എന്നുള്ള ആ ഒരു വേർഡ് തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഈ ഹെർക്കുലീസിന്റെ ഈ കഥയിൽ നിന്നാണ്. അങ്ങനെ ഹെർക്കുലീസ് ഈ ജോലികളൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഇതായിരുന്നു, നിങ്ങൾ ഈ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഡെമി ഗോഡാക്കി മാറ്റാം. ഡെമി ഗോഡാക്കി മാറ്റാം, അതായത് ഫുൾ ഗോഡല്ല, ഒരു ഡെമി ഗോഡായിട്ട് ഞാൻ മാറ്റാം എന്നൊരു കണ്ടീഷൻ അപ്പോളോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓരോ ജോലി കഴിയുമ്പോഴും അദ്ദേഹം ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു, പിന്നത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അവസാനം ഈ അപ്പോളോ പറഞ്ഞ ഇതിൽ നിന്നില്ല. അദ്ദേഹത്തോട് പിന്നെ അവസാനം പറഞ്ഞത്, ഞാൻ നിന്നെ മൗണ്ട് ഒളിമ്പിയസിൽ നിലനിർത്താം, അത്രമാത്രം എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അത് തീരുന്നത്. ഒരു ചെറിയൊരു ഇതുണ്ട് അതിൽ. അപ്പോൾ ഒരു ടാസ്ക് ഹെർക്കുലീസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ സിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കഥാപാത്രമുണ്ട്. അവരുടെ ഗാർഡനിൽ ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. ആ ഗോൾഡൻ ആപ്പിളുകൾ മോഷ്ടിച്ചെടുക്കണം. അതാണ് ഫസ്റ്റ് ടാസ്ക് കൊടുത്തത്. ഇദ്ദേഹം ആ സിയോസിന്റെ ഗാർഡനിലേക്ക് പോവാണ് ഗോൾഡൻ ആപ്പിൾ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു 1000 തലയുള്ള ഒരു ഡ്രാഗണെ അവിടെ നിർത്തിയിരിക്കുക. 1000 തലയുള്ള ഒരു ഡ്രാഗണെ. അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, കാരണം തീ തുപ്പുന്ന വ്യാളികൾ പോലുള്ള ഡ്രാഗൺസ് ആണ് അതൊക്കെ. അപ്പൊ അങ്ങനെ അവസാനം നോക്കിയപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ എന്താ അറ്റ്ലസ് ഭൂമി ചുവന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അറ്റ്ലസിനോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കാവോ? രാജാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഗോൾഡൻ ആപ്പിൾ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പാടുള്ളൂ. നിങ്ങളത് എടുത്തു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഈ ഭൂമി ഉണ്ടല്ലോ, ഈ എർത്തിനെ ഞാൻ കുറച്ചു നേരം ഞാൻ ചുവന്നോളാം. അപ്പൊ ഈ അറ്റ്ലസ് എന്ന് പറഞ്ഞ വിദ്വാനുണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ ഒരാളെ കാത്തിരിക്കുക, ആരെങ്കിലും തോളിൽ ദയിപ്പിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഭൂമി, ആ എർത്തിനെ എടുത്തിട്ട് ഹെർക്കുലീസിന്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അറ്റ്ലസ് പോയി ഗോൾഡൻ ആപ്പിൾ, അദ്ദേഹത്തിന് വളരെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം വളരെ ഇതായിട്ടുള്ള ഒരാളാണല്ലോ, അദ്ദേഹം ലോകത്തിന്റെ തന്നെ താങ്ങി നിൽക്കുന്ന ആളാണല്ലോ. അത് ഗോൾഡൻ ആപ്പിൾസ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ അറ്റ്ലസ് പറയാണ്, അല്ല ഞാൻ തന്നെ ഇത് രാജാവിന് കൊണ്ടു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും വളരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോഴേ ഹെർക്കുലീസ് കാര്യം മനസ്സിലായി, ഇവൻ എന്നെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഹെർക്കുലീസ് എന്ത് ചെയ്തു? ഓ ഓ അതിലെനിക്ക് വിരോധമില്ല, പക്ഷേ അറ്റ്ലസ് ഞാൻ ഒരു കാര്യമുണ്ട്, എൻ്റെ തോളിൽ ഒരു ചെറിയ പാഡിങ് വെക്കണം, ഒരു കുഷൻ പോലെ വെച്ചിട്ട് ഭൂമി വെക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പം ഞാനതൊന്ന് വെച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെക്കൻഡിൽ നിന്ന് അങ്ങോട്ട് ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അറ്റ്ലസ് അത് അങ്ങനെ ഓടിയില്ല. അറ്റ്ലസ് പറഞ്ഞു ഓക്കെ, ഞാനത് തോളിൽ വെക്കണം, നീ ആ പാഡിങ് വെച്ചോ. ഒന്ന് പാഡ് വെക്കുന്നതിന് പകരം കയ്യിലിരിക്കുന്ന ഗോൾഡൻ ആപ്പിൾ വലിച്ചെടുത്ത് ഹെർക്കുലീസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതാണ് ഹെർക്കുലീസിന്റെ ഒരു ടാസ്ക്. അതാണ്, എല്ലാ ടാസ്ക് പറയാനല്ല, ഒരു ടാസ്ക്. ഇങ്ങനെയുള്ള വിചിത്രമായ കഥകളാണ് നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിലുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ എർത്തിന്റെ ആ ചുമക്കുന്നതിൽ നിന്നാണ് രക്ഷപ്പെട്ടു. ഇവിടെ ആ പടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് അറ്റ്ലസ് ഭൂമി ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹെർക്കുലീസ് പറയാണ്, ഒരു സെക്കൻഡ് എനിക്കൊരു പാഡ് കണ്ട കയ്യിലൊരു സാധനം ഉണ്ട്, അത് വെച്ചോട്ടെ എന്ന് പറയുന്ന ആ രംഗമാണ് ഇവിടെ ആ പടത്തിൽ കാണുന്നത്. അപ്പൊ ഇതാണ് ഹെർക്കുലീസിന്റെ കഥ. അപ്പൊ ഇതുപോലെയുള്ള കഥകളാണ് പലതും ഇതിലുള്ളത്. അപ്പൊ അതില് ഈ അൺടിൽ എന്നുള്ള സ്ക്രിപ്റ്റ് ആണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ ഹെർക്കുലീസ് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ജീവിതകാലം മുഴുവനും ഓരോ ടാസ്ക് ചെയ്ത് ജീവിക്കാനുള്ള ഒരു 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 എന്താ പറയാ, ഒരു വിധി എന്നാ വേണമെങ്കിൽ പറയാം. എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു മാനേജറാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെയാണ്. ഈ ഹെർക്കുലീസ് ഒരു ടാസ്ക് ജനറൽ മാനേജർ വിളിച്ചു പറയും, നമ്മുടെ ആ മാർക്കറ്റിങ്ങിന്റെ ആ കാര്യങ്ങളൊന്ന് നോക്കണം. അപ്പൊ അയാൾ വേഗം തന്നെ എല്ലാ ഫയലും എടുത്തു, രാത്രിയിൽ ഇരുന്ന് 12 മണി ഇരുന്ന് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അതെല്ലാം ചെയ്ത് എല്ലാം റെഡി കഴിയുമ്പോൾ അപ്പോഴേ
വേറെ ഒരു GM വിളിച്ച് പറയുകയാണ് നമ്മുടെ ആ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രൊമോഷനാണ്, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ആ ഫയലുകളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ആ പ്രൊമോഷനിൽ എലിജിബിലിറ്റി ഉള്ളവരെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ അദ്ദേഹം ഊണും ഉറക്കമില്ലാതെ ഈ ഫയലുകളുടെ പുറകെ നിൽക്കുന്ന ഒരു മാനേജറിനെ അറിയാം. ഇത് ഒരു അൺടിൽ സ്ക്രിപ്റ്റ് ആണ്. അവർക്ക് ഒരിക്കലും ജീവിതകാലത്ത് ഒരിക്കലും എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവർ പറയുന്ന ചില ഡയലോഗാണ്, ഐ ക്യാൻ ഹാവ് ഫൺ അൺടിൽ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ആഫ്റ്റർ ഐ റിട്ടയർ ഐ വിൽ ബി ഏബിൾ ടു ഗോ ഫോർ എ പിക്നിക്. വൺസ് മൈ ചിൽഡ്രൻ ആർ ഗ്രോൺ അപ്പ് മൈ പ്രോബ്ലംസ് വിൽ ബി ഓവർ ആൻഡ് ഐ ക്യാൻ എൻജോയ്. ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള ആളാണ് പണ്ട് ജോലി ചെയ്യുന്ന കാലത്ത്. ബാഡ്മിൻ്റൺ കളിക്കാൻ, ഞാൻ ബാഡ്മിൻ്റനോ അതൊക്കെ കളിക്കാറുള്ള ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, മക്കളൊക്കെ വലുതാവട്ടെ, അവർ വലുതായി കഴിയുമ്പോൾ ഒരു കോർട്ടിട്ട് അവരുടെ കൂടെ കളിക്കാം. ഇപ്പം തൽക്കാലം നമ്മൾ ക്ലബ്ബിലോ ഒന്നും പോയി ജോയിൻ ചെയ്യുകയൊന്നും വേണ്ട, അങ്ങനെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നവരാണ് അവർ. അപ്പോൾ അതൊക്കെ അത് ഒരു അൺടിൽ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ. അപ്പോൾ അവിടെ എൻജോയ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലംസ് അവിടെ വരിക ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ലൈഫ് ഒരു ഒരു മരീചികയായിട്ട് നിൽക്കും. ഒരു എൻജോയ്മെന്റ് ഇല്ലാത്തൊരു മരീചിക പോലെ ആയിത്തീരും. ഇവരുടെ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പെർഫെക്റ്റ് നേരത്തെ പറഞ്ഞാണ്. ഇവർ ബി പെർഫെക്റ്റ് ആകാനുള്ള ശ്രമത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സ്ക്രിപ്റ്റ് ആണ്. ആഫ്റ്റർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മനസ്സിലൊരു സംഗതിയുണ്ട്. അതായത് ഈ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം ടെമ്പററി ആണ്. ഇത് അനശ്വരമായിട്ടുള്ളതല്ല. അപ്പോൾ അവര് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മോനെ ഇന്ന് ചിരിക്കുകയാണെങ്കിൽ നാളെ നീ കരയും കേട്ടോ, നീ അതിൽ ചിരിക്കണ്ട എന്ന് പറയുമ്പോൾ അത് മനസ്സിലെടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ആ ഒരു ഇഞ്ചക്ഷൻ ഒരു ഡ്രൈവർ വന്നിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ ഇത് തന്നെയാണ് ഈ ആഫ്റ്റർ സ്ക്രിപ്റ്റിൽ വരുന്നത്. ഗ്രീക്ക് മിത്തോളജിയിലെ ഡെമോക്ലസിന്റെ കഥയാണ് ഇവിടെ റിഗ്ബൻ കൊണ്ടുവരുന്നത്. ഡെമോക്ലസ് ഒരു രാജാവാണ്, കേട്ടിട്ടുണ്ടോ? ഡെമോക്ലസ് സ്വേർഡ് എന്നൊക്കെ കേട്ടുകയാണ് അല്ലേ? ആരെങ്കിലും പറയാവോ എന്താണ് ഡെമോക്ലസ് സ്വേർഡ് എന്ന്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ഡെമോക്രസിന്റെ വാൾ അല്ലേ? അതെ 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 ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി പോലെയുള്ള, അങ്ങനെയല്ലേ സാറേ? അതെ അതെ ഒരു പ്രശ്നം, ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു പ്രശ്നം, അതായിട്ട് കണക്കാക്കാം. അതിലൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥയിലേക്ക് നമ്മൾ വരുന്നത് ഡെമോക്ലസിന്റെ വാള്. ഞാൻ ഇടയ്ക്ക് എങ്ങനെ വരുന്നത്, നമുക്കൊരു മോണോലോഗ് ഒഴിവാക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ, പ്ലീസ്. അപ്പൊ ഇതില് ഡെമോക്ലസ് ഈ രാജകൊട്ടാരത്തിലെ ഒരാളായിരുന്നു. അപ്പൊ ഡെമോക്ലസ് എപ്പോഴും രാജാവിനോട് പറയും, നിങ്ങൾ വളരെ ഫോർച്യുനേറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് എന്തൊരു പവറാ, നിങ്ങൾക്ക് എന്തൊരു അതോറിറ്റിയാണ്, നിങ്ങൾക്ക് എന്ത് സുഖങ്ങളാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇത് കേട്ടപ്പോഴേ രാജാവ് വിചാരിച്ചു, ഏതായാലും ഇവൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവനൊരു ദിവസം നമുക്കൊന്ന് രാജാവാക്കാം എന്ന് ഓർത്തു. ഡെമോക്രസിനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു, ഒരു ദിവസം നമുക്കതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം, ഒന്ന് സ്വാപ്പ് ചെയ്യാം, ഒന്ന് റോൾ സ്വിച്ച് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ ഡെമോക്രസിന് വളരെ സന്തോഷമായി, ഒരു ദിവസം രാജാവായിരിക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം രാജകൊട്ടാരത്തിൽ കുളിച്ച് നല്ല റോയൽ റോബ്സ് ഒക്കെ ഇട്ട് നല്ല തിളങ്ങി ഇങ്ങനെ വന്ന് സിംഹാസനത്തിൽ വന്ന് ഇരിക്കുക ചെയ്യുന്നത്. അപ്പോഴേ രാജാവ് ഒരു സൂത്രം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. രാജാവ് ഒരു കുതിരവാലിലെ ഒരു നാരെടുത്തിട്ട് ഒരു മൂർച്ചയേറിയ നല്ല ഹെവി ആയിട്ടുള്ള വാള് അദ്ദേഹത്തിന്റെ സീറ്റിന്റെ മുകളിൽ കെട്ടിയിട്ടു. അപ്പോഴ് ആദ്യം ഡെമോക്രസ് മനസ്സിലായില്ല. അയാള് ഇവിടെ വന്ന് മറ്റേ അസിസ്റ്റൻസ് കൊണ്ടുവരുന്ന ഓറഞ്ച് ജ്യൂസ്, ആപ്പിള്, വൈനൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നാണ് മുകളിലേക്ക് നോക്കിയത്. മുകളിൽ നോക്കിയപ്പോൾ അതാ നിൽക്കണ ഒരു വാള് എൻ്റെ തലയുടെ മേളിൽ. അയാൾ ആകെ പെർപ്ലക്സ്ഡ് ആയി. കാരണം ഈ വാള് ഒരു ചെറിയൊരു നാരിലാണ്, അതായത് ഒരു കുതിരയുടെ വാലില് ഒരു രോമം കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അത് എപ്പോഴും പൊട്ടി വീഴാം. ഇത് കണ്ടപ്പോഴേ ഡെമോക്രസ് പരിങ്ങി തുടങ്ങി, ഫിയറായി തുടങ്ങി. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, രാജാവേ എനിക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഈ സിംഹാസനം ഒഴിഞ്ഞു തരണം, അല്ല എനിക്ക് എന്നെ ഒഴിവാക്കണം സിംഹാസനത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. രാജാവ് ഉദ്ദേശിച്ചത് ഈ ഫോർച്യൂൺസോ അല്ലെങ്കിൽ പവറോ അതോറിറ്റിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പെയിനും ഈ ഒരു ത്രോണിനുണ്ട്, ഈ ഒരു സിംഹാസനം അതൊക്കെ ഉണ്ടെന്ന് ഡെമോക്രസിനെ കാണിക്കാൻ വേണ്ടിയാണ് രാജാവ് ഇത് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡെമോക്രസിന്റെ കഥ. ഇവിടെ പടം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡെമോക്രസ് ആദ്യം ഇവിടെ കണ്ടില്ലേ, അവിടെ വന്ന് കൊട്ടാരത്തിൽ തോഴിമാരൊക്കെ വന്ന് ആപ്പിൾ കൊടുക്കുക, ഒരാൾ വൈൻ കൊണ്ടു കൊടുക്കുക, ഒരാൾ മറ്റേ വീണ വായിക്കുക, ഇതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സന്തോഷം. പക്ഷെ പെട്ടെന്നാണ് അയാൾ മുകളിലേക്ക് നോക്കുമ്പോഴേ ഈ വാള് കാണുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് പിന്നെ അയാൾക്ക് മനസ്സിലായി, എനിക്ക് ഒരിക്കലും എൻജോയ്മെന്റ് ഇല്ല, എനിക്കിനി ഞാനിപ്പോൾ സന്തോഷിച്ചാൽ എൻ്റെ എൻജോയ്മെന്റ് ഒക്കെ അവിടെ തീരും, കാരണം ഇത് പൊട്ടി വീഴ് ഞാൻ മരിക്കും. അപ്പോൾ ആ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുത്ത അതേ കഥ തന്നെയാണ്, നീ അതിന് ചിരിക്കണ്ട, നിനക്ക് നാളെ ദുഃഖം വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള ആ ഒരു പാരന്റൽ മെസ്സേജിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, ഈ സ്ക്രിപ്റ്റ് ആഫ്റ്റർ സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത്. അവർ വിശ്വസിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ടെമ്പററി ആണ് എല്ലാം.
ഈ വാള് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഞാൻ അറിയുന്ന ഒരു ഫ്രണ്ട്, അതിൻ്റെ മകൾ ഒരിക്കൽ ഇതുപോലെ ആ ഫ്രണ്ടിൻ്റെ മകളെ അതുപോലെ വളർത്തിയിരിക്കുന്നത്, വളരെ ദൈവഭക്തിയിലും അതുപോലെ ഒന്നും കൂടുതലായിട്ടൊന്നും ഇതുപോലെ ചിരിക്കരുത്, ഇത് ഈ കരയരുത്, അതല്ല ചിരിക്കരുത്, അധികം ഓവർ ഇതാകരുത്, വളരെ ഒതുക്കത്തിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയാണിത്. അപ്പോൾ അവരെ ഒരിക്കൽ ഒരു ഹോളിഡേക്ക് വിട്ടു, അച്ഛനമ്മമാരും കൂടി ഹോളിഡേക്ക് വന്നു. ഹോളിഡേയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, ഈ കുട്ടി മാത്രം മാറിയിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ സന്തോഷിച്ചാൽ ശരിയായില്ല, എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊരു പേടി ആ കുട്ടിയിൽ വന്ന് കുടുങ്ങി. അങ്ങനെ ആ കുട്ടി രാത്രി തന്നെ അച്ഛനെ വിളിക്കുകയാണ്, അച്ഛൻ എനിക്ക് ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അച്ഛൻ എന്നെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കാരണം ഇത് ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആഫ്റ്റർ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇഫക്റ്റാണത്. ചെറുപ്പത്തിലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ അധികം സൂഹിക്കാനോ മറ്റുള്ളവർ അധികം ആടിക്കുഴയാനോ കൊഞ്ചാനോ നിൽക്കരുത്, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരുക. അപ്പോൾ അത് കണ്ടപ്പോഴേ അവർക്ക് ആ ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു ആഫ്റ്റർ സ്ക്രിപ്റ്റ് പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ആൾക്കാർക്ക് ഒരിക്കലും എൻജോയ്മെന്റ് എന്നുള്ള സംഗതി പറ്റില്ല. കാരണം ഇന്ന് എൻജോയ് ചെയ്താൽ നാളെ വീപ്പിക്കേണ്ടി വരും. അതുപോലെ അവര് വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ സ്വന്തത്തിലുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് ഒരു കാർ എടുത്ത് പുറത്തു പോവുകയാണെങ്കിൽ അവർ ആദ്യം വിചാരിക്കുക, ഇതാ എന്താ സംഭവിക്കാൻ പോണേ, ആൾക്ക് എന്താ സംഭവിക്കാൻ പോണേ എന്നുള്ള മനസ്സിലിങ്ങനെ ആ ഒരു ജിജ്ഞാസ, ഇങ്ങനെ ഓടിച്ചു പോകുന്ന എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുമോ, ഇതൊക്കെ ആയിരിക്കും അവർ തിങ്കിങ് വരുന്നത്. അതുപോലെ എന്താ പറയുക, ഒരു ഫ്യൂച്ചറിൽ ഒരു കലാമിറ്റി, എപ്പോഴും ഒരു കലാമിറ്റി ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള തിങ്കിങ് ആണ് അവർക്കുണ്ടാകുന്നത്. ഇവരുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പ്ലീസ് പീപ്പിൾ എന്നുള്ള, മറ്റുള്ളവരെ സൂചിപ്പിക്കുക, ആ ഒരു ഡ്രൈവർ ഉള്ളവരാണ് ഈ ആഫ്റ്റർ സ്ക്രിപ്റ്റ് ഉള്ളവർ. ഇപ്പോൾ ഈ ഡെമോക്രാറ്റ്സ് ആയാലും മറ്റുള്ളവരെ സൂചിപ്പിച്ച് വർത്താനം പറയുക, അവസാനം അവരതിൽ വന്ന് പെടുകയാണ്, അവരുടെ അതിൽ തന്നെ വന്ന് പെടുക ചെയ്യുന്നത്. മൂന്നാമത്തത് നെവർ സ്ക്രിപ്റ്റ് ആണ്. നെവർ, ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള ഒന്നും എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു നിരാശാബോധമുള്ള ഒരു ആളുകൾക്കാണ് ഈ സ്ക്രിപ്റ്റ് അപ്ലൈഡ് ആകുന്നത്. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ ടെൻറ്റാലസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, ടെൻറ്റാലസ്. ഇപ്പോൾ ഇവിടെ ടെൻറ്റാലസിൻ്റെ പടം ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പൂളിൽ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള ലക്ഷറി സാധനങ്ങളൊക്കെ ചുറ്റുവട്ടത്തുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ആപ്പിൾ നിൽക്കുന്നുണ്ട്, ആപ്പിൾ പിടിക്കാൻ നോക്കുമ്പോഴത്തേനും അയാൾക്ക് അത് എത്തുന്നില്ല, കാരണം വെള്ളത്തിലാണ്, മുങ്ങിപ്പോവും. ഒരു ഇത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പൊന്തിപ്പോരാനും പറ്റില്ല പുള്ളിക്ക്. അതുപോലെയാണ് ഇത്. കാരണം ഈ കഥയിൽ പറയുന്നത് ടെൻറ്റാലസ് ആളുടെ മകനെ ദൈവങ്ങൾക്ക് ഓഫറിംഗ് ആയിട്ട് കൊടുക്കാനായിട്ട് വധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ഉപയോഗിച്ച് ഒരു സ്റ്റ്യൂ ഉണ്ടാക്കി. ആ സ്റ്റ്യൂ ഉണ്ടാക്കി ഗോഡുകൾക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ അതിൽ 12 ഗോഡുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ഗോഡ് മാത്രമേ കഴിച്ചുള്ളൂ. മറ്റുള്ളവർക്ക് മനസ്സിലായി പെട്ടെന്ന് ഇത് സംഗതി പ്രശ്നമാണെന്നുള്ളവർക്ക് മനസ്സിലായി. അങ്ങനെ ഇത് മനസ്സിലാക്കി അയാൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തതാണ്. അദ്ദേഹത്തിനെ വെള്ളത്തിൽ ഒരു ചങ്ങലയിട്ട് പൂട്ടി ഇടുകയാണ്. എല്ലാ ഫ്രൂട്ട് ട്രീസും അതുപോലെ അതിൻ്റെ ഡ്രിങ്ക്സും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെങ്കിൽ ഒന്നും അയാൾ കഴിക്കാൻ പറ്റില്ല. ഇത് നെവർ സ്ക്രിപ്റ്റ്. ആ നെവർ സ്ക്രിപ്റ്റിൽ അയാൾക്ക് ഒരിക്കലും അയാൾ ആഗ്രഹിച്ചത് എത്തിപ്പിടിക്കാൻ പറ്റില്ല. അതാണ് ഈ നെവർ സ്ക്രിപ്റ്റ് പറയുന്നത്. ടെൻറ്റാലസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പഴയ അമ്മൂമാരെ പറയില്ലേ, പച്ചവെള്ളം തരില്ല കേട്ടോ എന്ന് പറയില്ലേ, അതുപോലെ ഈ ഒരു ഇതാണ്. അത് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം വിഡ്രോ ചെയ്യുന്ന പറയുന്നത്. അതുപോലെ ആപ്പിൾ കഴിക്കാൻ നോക്കുമ്പോൾ എത്തുന്നില്ല. അപ്പൊ അതുപോലെ ഉള്ള ഒരു അവസ്ഥയാണ്. ഒന്നും അവർ ജീവിതത്തിൽ നേടാനോ ചെയ്യാനോ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. ഇതൊരു കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. എപ്പോഴും ശാപത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോലെയാണ്. ഒന്നും അവർക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ബി സ്ട്രോങ് എന്നുള്ള ഒരു ഡ്രൈവറാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ, ഒരു ബുക്കിൽ നിന്ന് കണ്ടിട്ടുള്ള എക്സാമ്പിളാണ്, വേറെ ഒന്നും തിരിച്ചിരിക്കരുത്. ഒരു ആൺകുട്ടിക്ക് ഇതുപോലെ ഒരു അഫയർ വേണമെന്നുള്ള തിങ്കിങ്. അപ്പോൾ ആ കുട്ടി അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഈ കുട്ടിക്ക് ഈ പെൺകുട്ടികൾ ജീവിക്കുന്ന തലങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് അവരായിട്ട് പെരുമാറാനോ കാണാനോ ഉള്ള ഒരു ധൈര്യമോ കേപ്പബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇത് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ അടുത്ത് എനിക്കൊന്ന് നിർമ്മല കോളേജിൻ്റെ ഒരു പരസ്യം ഞാൻ കണ്ടിരുന്നു, 2 ദിവസം മുമ്പുള്ളതാണത്. അപ്പോൾ ആ പരസ്യത്തിൻ്റെ ഫോക്കസ് നിങ്ങൾക്ക് നല്ലൊരു പഠിക്കും കരിയറോ ജോലി കിട്ടുന്നുള്ളതല്ല. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു പരസ്യം ശ്രദ്ധിച്ചോ? നിർമ്മല കോളേജ് മൂവാറ്റുപുഴയുടെ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആണോ? ഏതായാലും അതില് അവർ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഒരു അഫയർ ഉണ്ടാക്കാൻ ഇവിടെ പറ്റുന്നുള്ള ഒരു പ്രൊജക്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് അത്രയും പോരാ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സൈക്കോളജി ഉണ്ട്, കല്യാണമൊന്നും വേണ്ടെന്ന് നടക്കുന്നത്, അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അച്ഛന്മാരത് ആ ഒരു സർക്കുലർ ആ ഒരു അഡ്വർടൈസ്മെന്റ് വിഡ്രോ ചെയ്തു, അതിൽ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അവർ. ഞാനിപ്പോൾ ഇന്ന് അത് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഈ നെവർ സ്ക്രിപ്റ്റ് ഉള്ളവർ എപ്പോഴും എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, അവർക്ക് നേടാൻ പറ്റാത്ത കാര്യത്തിൽ പിന്നാലെ ഓടി നടക്കുന്ന പറയുന്നത്. അവരുടെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവരുടെ ഒരു ഡയലോഗ് വരിക: ഐ ആം നോട്ട് ഏബിൾ ടു ഗെറ്റ് വാട്ട് എവർ ഐ വാണ്ടഡ്, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. അതായിരിക്കും അവരുടെ ഒരു നിരാശ എന്നുള്ള ഒരു ഡിക്ലറേഷൻ. ദേ കനോട്ട് എൻജോയ് ഈവൻ ലൈഫ് ദോ ദേ ഹാവ് ആഡക്വേറ്റ് ഫെസിലിറ്റീസ് അറൗണ്ട് ദം. അല്ല, എല്ലാ ഫെസിലിറ്റി ചുറ്റുമുണ്ട്, പക്ഷെ അവർക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് അവരുടെ ഒരു അവസ്ഥ. അതുകൊണ്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവർക്കൊരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ അവർക്കൊരു സക്സസ്സോ പ്രൊഫഷണലി ഒരു ഇൻറ്റിമസിയോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എറിക് ബേൺ പറയുന്നത്. നാലാമത്തേത് ഓൾവേസ് എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു സ്പൈഡറിൻ്റെ ഒരു പടം കൊടുത്തിട്ട്, അത് അരാക്കനെ എന്നുള്ള ഒരു കഥാപാത്രമാണ് ആ നിൽക്കുന്നത്, അരാക്കനെ. അപ്പം ഈ അരാക്കനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വീവിങ്ങിൽ അവർ ഗംഭീരമായിരുന്നവർ. ഒരുപാട് വീവിങ്ങിൽ വളരെ നല്ല രീതിയിലുള്ള രാജാക്കന്മാർക്കുള്ള കോട്ടോ റാണിമാർക്കുള്ള വസ്ത്രങ്ങളോ എല്ലാം ഉണ്ടാക്കി അങ്ങനെ വളരെ ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഗോഡുകൾക്ക് അരാക്കനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അരാക്കനെ കുറച്ച് അറഗൻ്റായി, കുറച്ച് പ്രൗഡായി. അങ്ങനെ ഒരു ദിവസം ഗോഡ് മിനർവ അതിലെ പോകുമായിരുന്നു. ഗോഡ് മിനർവ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെയും ആർട്ടിൻ്റെയൊക്കെ ദൈവമാണ്. അവരതിലെ പോകുമായിരുന്നു. അപ്പോൾ ഇവർ പെട്ടെന്ന് അവരൊന്ന് ചൊറിയാൻ പോയി. എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ഒരു വീവിങ് കോൺടെസ്റ്റിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, ഐ ചാലഞ്ച് ദാറ്റ് ഐ വിൽ വിൻ. ഇത് കേട്ടപ്പോൾ മിനർവ ഗോഡിന് വളരെ അരിശം തോന്നി. അവർ പറഞ്ഞു, ലുക്ക് അരാക്കന, ഞാനൊരു ഗോഡാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് കളിക്കല്ലേ. പക്ഷേ അരാക്കന അത് ഒരിക്കലും അത് വകവച്ചില്ല. അരാക്കന വീണ്ടും ചലഞ്ച് ചെയ്തു. അങ്ങനെ ആ അരാക്കനയുടെ ആ ചലഞ്ച് ഗോഡ് മിനർവ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മളിവിടെ പടം കാണിച്ചിട്ടുണ്ട് കേട്ടെ. അരാക്കന ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും. കാരണം ദൈവമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കോമ്പറ്റീഷൻ വീവിങ്ങിൽ മിനർവ അതിൽ ജയിച്ചു. അത് കഴിഞ്ഞപ്പോഴേ ഞാൻ തോറ്റു എന്നുള്ളത് വന്നപ്പോൾ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയ ചില ആളുകൾ എന്താ ചെയ്യുക? SLCക്ക് തോറ്റു എന്ന് പറഞ്ഞിട്ട് കയറെടുത്ത് പോകുന്നവരും ട്രെയിന് തലവെക്കാം. അതുപോലെ തന്നെ അരാക്കന എന്ത് ചെയ്തു? ഒരു കയറിൽ തൂങ്ങാനായിട്ട് ശ്രമിച്ചു, മരിക്കാനായിട്ട്. അപ്പം ഈ മിനർവയ്ക്ക് അവരോട് ഒരു പിറ്റി തോന്നി. കാരണം പാവം, വെറുതെ ആവശ്യമില്ലാതെ എന്നെ ചൊറിയാൻ പോകുന്നതല്ലേ, ഏതായാലും നീ മരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മരിക്കാതിരിക്കാനുള്ള ഒരു ഇത് കൊടുത്തു അവർക്ക്. അത് കഴിഞ്ഞിട്ട് അവർ, പക്ഷെ നിങ്ങൾ എന്നും അതിൽ കെട്ടിത്തൂങ്ങിയനെ ഇരിക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ബോഡി ചുരുങ്ങി ഇവരൊരു സ്പൈഡറായിട്ട് മാറുക ചെയ്യുന്നത്. ഈ സ്പൈഡേഴ്സ് എന്താ ചെയ്യുക? എന്നും ഇങ്ങനെ വല കെട്ടിക്കൊണ്ടിരിക്കും അല്ലേ? വല കെട്ടിയിരിക്കുക. അവരുടെ ജീവിതം മുഴുവൻ വലകെട്ടാ, ഒരിക്കലും തീരാത്ത വലകെട്ട്. ഇതാണ് ഈ ഒരു പ്രത്യേക ഓൾവേസ് സ്ക്രിപ്റ്റിനുള്ള പ്രത്യേകത. ഓൾവേസ് ദേ വിൽ ബി ഗോയിങ് ഓൺ ഡൂയിങ് ദ സെയിം തിങ്. അവർക്കൊരു സക്സസ് ഉണ്ടാവില്ല, അവർ വിജയിക്കില്ല ജീവിതത്തിൽ, പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ജോലി കൊടുത്താൽ, ഇപ്പോൾ ഏതെങ്കിലും ജോലി കൊടുത്താൽ അവർക്ക് ഇങ്ങനെ ആ ജോലിയുടെ പുറകിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ബോസ് ചോദിക്കും ചിലപ്പോൾ, അല്ല ഈ ജോലി നാളെ തീരില്ലേ? ഓ, ഐ വോണ്ട് സം മോർ ടൈം. തീരില്ല, കാരണം അവർക്ക് തീർക്കാൻ പറ്റില്ല. കാരണം അവരതിലൊരു ആ ഒരു സ്ക്രിപ്റ്റ് അവരുടെ അങ്ങനെയാണ്. ഇങ്ങനെ ഓൾവേസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ അതിൽ മൈൻഡ് എക്സെർട്ട് ചെയ്ത് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു, നിങ്ങൾ കണ്ടു കാണാം ഓഫീസുകളിൽ ചിലർക്ക് ചില ഫയലുകളുടെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് കുത്തിക്കുറിച്ച് തീരില്ല, വർക്ക് തീരില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് ഓൾവേസ് സ്ക്രിപ്റ്റ്. അവരെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഡയലോഗുകൾ എന്ന് പറഞ്ഞാൽ, വൈ ഡു ഐ ഓൾവേസ് ഗെറ്റ് സച്ച് എ നെഗറ്റീവ് ഡീൽ? എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഡീൽ എപ്പോഴും കിട്ടുന്നത്? ഇതെന്താ എനിക്ക് തന്നെ ഇത് സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് അവരുടെ മനസ്സിലുണ്ടാകുക. അവരെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ അവർ പറയും, ഞാൻ സഫർ ചെയ്യണം എന്നുള്ള ആ ഒരു ഡയലോഗാണ് എപ്പോഴും വരിക. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അവരുടെ ജോബ് ആണെങ്കിൽ ഒരു അൺസാറ്റിസ്ഫാക്ടറി ആയിരിക്കും. അതുപോലെ അവർ വർക്കുന്ന ലൊക്കാലിറ്റിയിലും അവർക്ക് ഒരിക്കലും ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല. അവരുടെ ഡ്രൈവറാണ് ട്രൈ ഹാർഡ്. അതായത് ഈ ട്രൈ ഹാർഡ്, നീ കഠിനാധ്വാനം ചെയ്യണം എന്നുള്ള അന്നത്തെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആ ഒരു വിലക്കിൽ നിന്ന്, ആ ഡ്രൈവറിൽ നിന്ന്, അതിനുശേഷമുള്ള ഡ്രൈവറിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു സംഗതിയാണ് ഇത്. അതുകൊണ്ടാണ് ഇവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റാത്തത്. ഇവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ അഞ്ചാമത്താണ് ഓൾമോസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ആ പിക്ചർ കണ്ടാൽ അറിയാം. ഒരാൾ കല്ല് ഉരുട്ടി കയറ്റി മലയുടെ മുകളിലേക്ക് കയറ്റുന്ന ഒരു രംഗം കണ്ടില്ലേ? അത് ചില ആളുകൾ ഇങ്ങനെ അവരുടെ വർക്കുകൾ ചെയ്ത് അവർ കല്ലുരുട്ടി കയറ്റുന്ന പോലെ കയറ്റി മുകളിലെത്തുമ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് അവർക്ക് ആ ലക്ഷ്യം കാണാൻ പറ്റില്ല. അങ്ങനെ കല്ല് തിരിച്ചു വന്ന് വീണ്ടും ഉരുട്ടി കയറ്റുന്ന അതാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ടൈപ്പ് 1.
അപ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സിസീഫസ് എന്നുള്ള ക്യാരക്ടർ, ഗ്രീക്ക് മിത്തോളജിയിൽ സിസീഫസ് എന്നുള്ള ക്യാരക്ടറാണ്. സിസീഫസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കൽ ഈ ദൈവങ്ങളുടെ അടുത്ത് ഒരു ട്രിക്ക് കളിച്ചു വരും. പലരും ഒരു കുബുദ്ധി കൊണ്ട് ചില ട്രിക്കുകൾ കാണിക്കുമല്ലോ. അപ്പോൾ ദൈവങ്ങൾ ഇവനെ പണിഷ് ചെയ്തു, സിസീഫസിനെ പണിഷ് ചെയ്തു. എന്തായിരുന്നു പണിഷ്മെന്റ്? അയാളെ കൊണ്ടുപോയി ഒരു മൗണ്ടന്റെ സൈഡിൽ കൊണ്ട് നിർത്തി ഒരു വലിയൊരു ബോൾഡർ, വലിയൊരു കല്ല് അയാളുടെ തോളിലേറ്റി കൊടുക്കുക ചെയ്യണം. ആ കൈ വിട്ടാൽ കല്ലുരുണ്ട് അയാളുടെ ദേഹത്ത് വീഴും. അയാൾ കൊടുത്തിട്ടുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കല്ലുരുട്ടി ഈ കുന്നിന്റെ അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം. പക്ഷേ ഇയാൾ കല്ലുരുട്ടി മുകളിൽ ചെല്ലുമ്പോഴത്തേനും അയാളുടെ അറ്റൻഷൻ നഷ്ടപ്പെട്ട് ആ കല്ല് വീണ്ടും വരിക ചെയ്യും. ഇതാണിത് എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും അയാൾക്ക് ആ ലക്ഷ്യം എത്താറില്ല. ഇങ്ങനെ ഒരു കഥ മുമ്പ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയാവോ? ഇതുപോലെ ഒരു കല്ലുരുട്ടി കഥ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പക്ഷെ നാരായണത്ത് പ്രാന്തനും ഇതിന്റെ ആക്ഷൻസ് ഒന്നാണെങ്കിൽ അവരുടെ മെന്റൽ സൈഡ് നാരായണത്ത് പ്രാന്തൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു. വളരെ മെന്റൽ സൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് നാരായണത്ത് പ്രാന്തൻ. അതാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഉള്ള കുട്ടികളൊക്കെ പറയുന്നത്, ഞാനിത് പരീക്ഷയ്ക്ക് പോയി ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു, പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഐ ഓൾമോസ്റ്റ് മെയ്ഡ് ഇറ്റ് ഇൻ ദിസ് ടൈം, ബട്ട് വാട്ട് ടു ഡു, ഐ മിസ്ഡ് ഇറ്റ്. ഈ തവണ എനിക്കത് നഷ്ടപ്പെട്ടു പോയി. എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിരുന്നു, പക്ഷെ എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ജോബ് ഇന്റർവ്യൂ വളരെ ഗംഭീരമായിരുന്നു, പക്ഷെ അവസാനത്ത് കൺക്ലൂഡ് ചെയ്ത സമയത്ത് അത് ശരിയായില്ല. ഞാൻ ഈ പ്രൊമോഷൻ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലാണ്, പക്ഷെ എന്തോ ഞാൻ മിസ് ചെയ്തു. അല്ലെങ്കിൽ എക്സാമിനേഷന് നല്ലപോലെ മോൻ പ്രിപ്പയർ ചെയ്തു, പക്ഷെ അന്ന് തലേദിവസം അവന് പനിയടിച്ചു, അവന് എക്സാമിനേഷൻ പോകാൻ പറ്റിയില്ല. ഇതൊക്കെ ആ ഒരു സ്ക്രിപ്റ്റിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ പനി പിടിക്കുന്നത് തന്നെ അവൻ്റെ ടെൻഷനും കൊണ്ട് കണ്ടായിട്ടുള്ള പനിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവനത് പനി വന്നത്, പക്ഷെ അവന് ആ എക്സാമിനേഷൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു പ്രത്യേക സ്ഥിതിയിലുള്ള ആളുകൾ. ഇവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. ഇവർ എൻഡിൽ അവർ എന്താണോ അൾട്ടിമേറ്റ് ഉദ്ദേശിച്ചത് അത് തീർക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അതാണ് ഇവരുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ട്രൈ ഹാർഡ് പ്ലീസ് പീപ്പിൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓൾമോസ്റ്റ് ടൈപ്പ് 2 എന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. ടൈബി കാഹ്ലർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ മറ്റൊരു അപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞിട്ടൊരു അപ്ലിക്കേഷനാണ്, കല്ലുരുട്ടി കയറ്റുന്ന പോലെ ഒരു അപ്ലിക്കേഷനാണ്. ഇവിടെ ഒരു മലയിൽ നിന്ന് ഒരു കുന്നിൽ നിന്ന് വേറെ കുന്നിൽ ചാടുക ചെയ്യുന്നത്. അതായത് ചില ആളുകളുണ്ട്, അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ അവർ അതിൽ നിന്ന് ചാടി അവരുടെ അറ്റൻഷൻ വേറെ ഡൈവേർട്ട് ആവും. ഇപ്പോൾ ചിലരുണ്ട് PhD രജിസ്റ്റർ ചെയ്തു, മാനേജ്മെന്റിൽ PhD രജിസ്റ്റർ ചെയ്തു. അത് അറ്റത്തെത്താറാകുമ്പം അയാൾക്ക് തോന്നി ഇത് സൈക്കോളജിയാണ് കുറച്ചുകൂടി നല്ലത്, അയാൾ അതിലേക്ക് ചാടുക ചെയ്യുന്നു. അപ്പോൾ അയാൾ ലക്ഷ്യത്തിലെത്തുന്നില്ല. അങ്ങനെ ഒരുപാട് അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള ടാസ്ക്. അതുപോലെ ജോലിയുടെ സമയത്ത് ഇതുപോലെ തന്നെ ഒരു ജോലി കൊടുത്താൽ ആ ജോലിയിൽ നിന്ന് വേറെ ജോലിക്ക് കടന്നു, അതിൽ വേറെ ജോലിയിലേക്ക് കടന്നു. അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അവർ എത്തേണ്ടടുത്ത് എത്തില്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഞങ്ങളുടെ അടുത്ത ഒരു TV റിപ്പയറുണ്ട്. അപ്പോൾ അയാളുടെ ഇതുപോലെയാണ്, ഈ ഓൾമോസ്റ്റ് 2 പോലെയാണ്. അയാൾ നല്ല ടെക്നിക്കലായിട്ട് എക്സ്പെർട്ടാണ്. TV കൊണ്ടുവരും ആളുകൾ, ഇയാൾ അത് തുടങ്ങി വെക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ നോക്കിയത്. കസ്റ്റമേഴ്സ് പറയാണ് ഇയാൾ ഒരിക്കലും എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് തരുന്നില്ല. ഇതിന് കാരണം ഇയാൾ എടുത്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അയാൾ അവിടെ മാറ്റി വെച്ച് വേറൊരു വർക്ക് കിട്ടുമ്പോൾ അതിലേക്ക് ചാടിപ്പോവുക. ഇപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടാവില്ലേ, ചില മെയ്സന്മാരുടെ പണിക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിന് പണി കൊടുക്കുമ്പോൾ അവർ കുറച്ച് വർക്കാണ് ചെയ്തിട്ട് അത് അവിടെ ഇട്ടിട്ട് വേറെ വർക്ക് പിടിക്കും. കാരണം വെച്ചാൽ ഈ വർക്ക് പോവില്ല, അപ്പോൾ ആ വർക്കും പോവില്ല. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. പക്ഷെ രണ്ടും അവർക്ക് ഒരേ സമയത്ത് ചെയ്ത് തീർക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പെർഫെക്ഷൻ ആ ചെയ്യുന്നതിലൊന്നും ഉണ്ടാകില്ല. അതാണ് ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നം. ലാസ്റ്റ് ഓപ്പൺ എൻഡഡ് സ്ക്രിപ്റ്റാണ്, ഓപ്പൺ എൻഡഡ് പ്രോസസ് സ്ക്രിപ്റ്റാണ് ലാസ്റ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഗോൾ ഉണ്ടാവും ആളുകൾക്ക്. ആ ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനേ പറ്റില്ല. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ആളുകളുടെ സ്ക്രിപ്റ്റാണ് ഈ ഓപ്പൺ എൻഡഡ്. ബേൺ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫിലമോൺ ആൻഡ് ബാസിയസ് എന്ന് പറഞ്ഞ 2 ഗ്രീക്ക് ദമ്പതികൾ, വയസ്സായ ദമ്പതികളുടെ കഥയാണ് ഇതിൽ കൊണ്ടുവരുന്നത്. ഇതിൽ പറയുന്നത് ഗ്രീക്ക് ഗോഡ് ജുപ്പിറ്റർ, അദ്ദേഹം മനുഷ്യർക്ക് കുറെ കഴിഞ്ഞ് മനുഷ്യൻ്റെ ആ ഒരു എളിമയൊക്കെ നഷ്ടപ്പെട്ടു, വാല്യൂ ഇല്ലാണ്ടായി. അവരെയൊക്കെ നശിപ്പിക്കണം, അവരുടെ ഗുഡ്നെസ് ഒക്കെ നശിച്ചുപോയി, അവരെയൊക്കെ നശിപ്പിക്കണം.
എന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ അദ്ദേഹം തന്നെ പറഞ്ഞു, സ്വയം പറഞ്ഞു, ഏതെങ്കിലും ഒരാളിൽ ഒരു നല്ല വാല്യൂ ഉള്ളവരോ നല്ലൊരാളോ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഞാനത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ മകനാണ് മെർക്കുറി. ജൂപ്പിറ്ററും മെർക്കുറിയും കൂടി ചേർന്ന് വേഷപ്രച്ഛന്നരായിട്ട് നാട്ടിലിറങ്ങി തിരിക്കുകയാണ്. ആരെങ്കിലും നല്ലവരുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി തിരിക്കുകയാണ് ചെയ്യണം. അങ്ങനെ അന്വേഷിച്ച് നടങ്ങി തിരിച്ചപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ പറയാ, ഇങ്ങോട്ട് വരരുത്, ഇവിടെ വരരുത്, പുറത്തു പോ. ചിലയിടത്ത് ചെന്നിട്ട് ഇവർ ഭക്ഷണം ചോദിക്കും, വെള്ളം തരില്ല, ഭക്ഷണവും തരില്ല, നിങ്ങൾ പോകും, നിങ്ങളോട് വേണ്ട. വളരെ റൂഡായിട്ട് ഇവരോട് പെരുമാറി. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഇവർ വളരെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ജൂപ്പിറ്റർ വിചാരിച്ചു ഇതൊക്കെ ആളുകൾ മോശമാണ്. അങ്ങനെ ഒരു ലാസ്റ്റ് വീട്ടിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഈ ഫിലമോൻ ആൻഡ് ബാസിയസ് എന്നുള്ള ആ രണ്ട് വൃദ്ധ ദമ്പതികളുണ്ടല്ലോ, അവരുടെ കോട്ടേജ് ആയിരുന്നു അത്. അവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാരീഡ് ലൈഫായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇവരെ കണ്ടപ്പോഴേ ജൂപ്പിറ്ററിനെയും മെർക്കുറിനെയും ഇവർ വെൽക്കം ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ അവരറിയുന്നില്ല, ഇവർ ഡിസ്ഗൈസ്ഡ് ആയതുകൊണ്ട്, വേഷപ്രച്ഛന്ന ആയതുകൊണ്ട് ഈ ഗോഡുകളെ ഇവർ അറിയുന്നില്ല. അവർ ഉടനെ തന്നെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. അവരോട് പറയാണ്, ഭക്ഷണം നമുക്ക് കഴിക്കാൻ കേട്ടോ, ഭക്ഷണത്തിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞ് നല്ലൊരു കിടക്ക കൊടുത്തു, കുറച്ച് വൈൻ കൊടുത്തു കുടിക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം തയ്യാറാക്കുകയാണ്. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിൽ നല്ല ഫ്രൂട്ടുകളും എഗ്സും അതുപോലെ വൈനും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു പിക്ചറിൽ കാണാൻ പറ്റും അത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ വൈൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ഫിലമോൺ മനസ്സിലായി, ഈ വൈൻ ബോട്ടിലിലെ ക്വാണ്ടിറ്റി കുറയുന്നില്ല, തീരെ കുറയുന്നില്ല ക്വാണ്ടിറ്റി. അതിങ്ങനെ സ്റ്റഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് സംശയം കുടുങ്ങി, ഇവർ രണ്ടുപേരും എന്തോ ഒരു ദിവ്യ വ്യക്തികളാണ്, മിക്കവാറും ദൈവങ്ങളായിരിക്കുന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഒന്നും കൂടി പ്രൊസീഡ് ചെയ്തു. അവർ വിചാരിച്ചു ദൈവങ്ങൾ. അവർ നമ്മുടെ വളരെ സ്നേഹിക്കുന്ന ഒരു ഗൂസ് ഉണ്ട് അവരുടെ വീട്ടിൽ. ആ ഒരു പിക്ചർ കണ്ടറിയാം, ഒരു ഗൂസ് ഉണ്ട്. ആ ഗൂസ് ഇങ്ങനെ അതിനെ പിടിച്ചിട്ട് അതിനെ സ്ലോട്ടർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അതിഥി വന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും അവരെ ഓണർ ചെയ്യാനായിട്ട് അവരുടെ വീട്ടിലെ ഏറ്റവും ഇതായിട്ട് വരുന്ന ഗൂസിനെ കൊല്ലുക എന്നുള്ള അന്നത്തെ ഒരു ട്രഡീഷനാണ്. അപ്പോൾ അത് ചെയ്യാൻ അവർ തുനിഞ്ഞപ്പോൾ ഈ ഗൂസ് ഓടിപ്പോയി ജുപ്പിറ്ററിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുക. എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ജുപ്പിറ്ററിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുക. അപ്പോൾ ജുപ്പിറ്ററിന് വളരെ ദയ തോന്നി. ജുപ്പിറ്റർ പറഞ്ഞു, അയ്യോ പേടിക്കണം, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും ദൈവങ്ങളാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ഡക്കിനെ അല്ലെങ്കിൽ ഗൂസിനെ വധിക്കേണ്ട, സ്ലോട്ടർ ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് നീ അതിനെ വെറുതെ വിട്ടേര്. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ പിന്നെ അറിയാലോ, ഗോഡാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്താ ചെയ്യാന്നുള്ളറിയാം. ഫിലമോനും ബാസിസും വരെ വളരെയധികം ഇത് ചെയ്തു. അവസാനം ഗോഡ് ജുപ്പിറ്റർ ആൻഡ് മെർക്കുറി ചോദിച്ചു ഇവരോട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് ജീവിതത്തിൽ, എന്താകാൻ ആഗ്രഹം, നിങ്ങൾക്ക് എന്താ ആകണ്ടേ, ഒരു വരം എന്താ നിങ്ങൾക്ക് വേണ്ടി? അവസാനം ചോദിക്കില്ല, വലിയ വലിയ കഥകളിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടുത്തെ ടെമ്പിളിലെ പ്രീസ്റ്റുകളാകണം, ഇവിടുത്തെ ടെമ്പിളിലെ പ്രീസ്റ്റുകളാകണം. അത് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് നിലനിൽക്കാനുള്ള ഒരു സംഗതി ഉണ്ടാക്കി തരണം. അങ്ങനെ ഇവരെ ഒരു ഇരട്ട വൃക്ഷമായിട്ട് മാറ്റുക ചെയ്യുന്നത്. ഇരട്ട വൃക്ഷമായിട്ട് അങ്ങോട്ടും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇരട്ട, നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. ഇത് ഫിലമോനും ബാസിയസും ആണത്. അവർ ഭരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ദൈവം അങ്ങനെ ആക്കിയതാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലാസ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് അവരിങ്ങനെ ഒരു വൃക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ആ കഥയിൽ. അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റുള്ള ആളുകൾ, ഈ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും പിന്നെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണ്. അപ്പം നമുക്ക് റിട്ടയർ ചെയ്തിട്ട് ആളുകൾ, നമ്മൾ പലരും ഇരിക്കുന്നവർ പലരും റിട്ടയർ ചെയ്തിട്ട് ആളുകൾ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഈവൻ മൈസെൽഫ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഴയ ഒബ്ജക്റ്റീവ്സ് ഒന്നും ഇല്ല, നമ്മളിങ്ങനെ ഒരു തിരയിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ നമ്മൾ പോവുക ചെയ്യുന്നത്. ചില പാരൻസ് ഉണ്ട്, അവരവരുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോവുകയാണ്. പിന്നെ ഇവർക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്ത് ചെയ്യണം, ആ തിങ്കിങ് ആണ്. അതാണ് ഓപ്പൺ എൻഡഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അവർ ഓപ്പൺ എൻഡഡ് ആയിട്ട് നിൽക്കുകയാണ്, എന്താ ചെയ്യാൻ അറിയാനില്ലാതെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ഡേ ടു ഡേ ദിനചര്യകൾ ചെയ്യുക, ജീവിച്ചു പോവുക. ഇപ്പോൾ ബേൺ ഇവരെ പറ്റി പറയുന്നത്, ദേ ഡു നോട്ട് നോ ഹൗ ടു സെക്യൂർ ദെയർ ടൈം വൈൽ വെയിറ്റിംഗ് ഫോർ ദി പ്രോമിസ്ഡ് ലാൻഡ്, ഹൗ ടു സ്ട്രക്ചർ ദ ടൈം. ഇവരുടെ ടൈം എങ്ങനെ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. എന്താണ് ഈ പ്രോമിസ്ഡ് ലാൻഡ്? സ്വർഗം. അതായത് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് സ്വർഗത്തിൽ പോവുക, വാനപ്രസ്ഥമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് സ്വർഗത്തിൽ പോകുന്ന ഒരു സംഗതി എനിക്ക് ഇനി ബാക്കിയുള്ളൂ എന്നുള്ള തിങ്കിങ് ആണ് ഈ ഓപ്പൺ ആൻഡ് സ്ക്രിപ്റ്റുള്ള ആളുകൾക്ക് ഉള്ളത്. അപ്പോൾ അവർ ചെറിയ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ വെറുതെ ഇരിക്കുക ചെയ്യുന്നത്. കുട്ടികൾ വലുതായി, അവർ പോയി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പ്ലാനൊന്നുമില്ല. ഇങ്ങനെ ചിലർ പറയില്ല എനിക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞ് വേറെ പ്ലാനൊന്നുമില്ല, ഞാനിങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഡ്രൈവറാണ് ബി പെർഫെക്റ്റ്, പ്ലീസ് പീപ്പിൾ എന്നുള്ളതൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനിയുള്ളത് ഇതിന് എങ്ങനെ പ്രോസസ് സ്ക്രിപ്റ്റിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഈ ഷെയറിങ് നിർത്തുകയാണ്. നമുക്ക് ഇനി ഫീഡ്ബാക്കിലേക്ക് വരാം. ഓക്കെ സാർ, താങ്ക് യു. വളരെ മനോഹരമായ കഥകളിലുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങളെ കുറിച്ചാണ് സാർ പറഞ്ഞത്. സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ പ്രോസസ് സ്ക്രിപ്റ്റുകളുടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പിന്തുടരുന്നതാണ്. എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മുടെ കുട്ടിക്കാലത്തേക്കൊക്കെ നമ്മൾ ചെന്ന് നോക്കണം. പക്ഷെ പലപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ഈ സ്ക്രിപ്റ്റുകളുടെ ഈ സാധ്യതകൾ കൂടുതൽ വരും. ചിലപ്പോൾ അല്ലെ അധികവും അണ്ടിൽ പെർഫെക്റ്റ് ആണ്, ബി പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന വ്യക്തികൾ ഫീൽ ചെയ്യാം. അതുപോലെ ആഫ്റ്റർ, നെവർ, ഓൾവേസ്, ഓൾമോസ്റ്റ്, 1 and 2 ആൻഡ് ഫൈനലി ഓപ്പൺ എൻഡഡ്. സോ ഈ സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സുകൾക്കെല്ലാം നമ്മുടെ ഇന്നർ സൈഡുമായി അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലവുമായിട്ട് അത്രമാത്രം അതിന് ബന്ധങ്ങളുണ്ടെന്ന് വളരെ കൃത്യമായി കഥകളിലൂടെ തന്നെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇന്നത്തെ സ്റ്റോറി തെറാപ്പി കൂടുതൽ ധന്യമാണ്. കാരണം എല്ലാ കഥകളും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നു. ഡെമോക്രസിന്റെ വാൾ നമ്മുടെ മുകളിലുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലെ? ഇല്ലെങ്കിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ എന്റെ ബോസ്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ കുട്ടികൾ, എന്റെ ചുറ്റുപാടുകൾ അംഗീകരിക്കൂ എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള തോന്നലുകളെല്ലാം ഈ കഥകളുടെ മീനിങ്ഫുള്ളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെയാണ് നമുക്ക് തുറന്നു കാണിക്കുന്നത്. ഇല്ലേ? എന്താണ്, നമുക്ക് എന്താകാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ ഈ കഥകൾ തീർച്ചയായിട്ടും ഗുണകരമാവും. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഓക്കെ, സർ സ്റ്റാർട്ട് ചെയ്യും. മ്യൂട്ടാണ്. ജോഷ് സാറേ, വളരെ ശക്തമായൊരു കാര്യങ്ങളാണ്. വളരെ നിശബ്ദമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. സാറ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പോൾ എൻ്റെ ചുറ്റും ഈ എല്ലാ എക്സാമ്പിളും തെളിഞ്ഞു വരികയാണ്. അപ്പൊ ഞാൻ അതിലൊരു എക്സാമ്പിളായി വന്നുവെങ്കിലും അതിൽ നിന്ന് ഞാൻ ഇപ്പൊ രക്ഷപ്പെട്ടു. ഓപ്പൺ എൻഡിൽ നിന്ന് ഞാൻ മാറി. ഞാനൊരു പുതിയ തലത്തിലേക്ക് അടുത്ത നിമിഷം എന്ത് ചെയ്യാൻ പറ്റും, ഈ നിമിഷം എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കി അടുത്ത നിമിഷത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സോ ഐ ആം ഹാപ്പി. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബത്തെ കൂടി ഞാൻ കൂട്ടിക്കൊണ്ടുപോവുക. അപ്പൊ അവരെ ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് ഇരുത്തിയ ഒരു യാത്ര എനിക്കില്ല. അപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റുകൾ, പ്രത്യേകിച്ച് എൻ്റെ പാരൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നൊരു നിലപാടാണ് ഇത്. എന്തും വരട്ടെ, അത് സംഭവിക്കും, ഇല്ല സംഭവിച്ചാലായിക്കോട്ടെ, ഞാൻ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സാറ് പറഞ്ഞ കഥകളൊക്കെ തന്നെ വളരെ നമ്മുടെ മനസ്സിലേക്ക് ശക്തമായി കയറുന്ന കഥകളാണ്. സാറ് പറഞ്ഞ ഡെമോക്രസിന്റെ വാൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മുടെയൊക്കെ മുന്നിൽ ഓരോ സെക്കൻഡിലും ഒരു വാൾ തൂങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ ആ വാൾ അവിടെ നിന്നോട്ടെ, എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിക്കുമ്പോൾ നാം സക്സസ്സിലേക്ക് പോകും. നല്ലൊരു സ്റ്റോറി തെറാപ്പിയാണ് സാറ് തന്നത്. ആ സ്റ്റോറികൾ എന്ന് പറയുന്നത് എന്നും നമ്മുടെ മനസ്സിൽ ഉള്ള സ്റ്റോറികളാണ്. പ്രത്യേകിച്ച് ഡെമോക്രസിനെയും മറ്റ് കഥാപാത്രങ്ങൾ, രാജകീയ കഥാപാത്രങ്ങൾ, ഇന്നും ഉയർന്നു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അവരിലേക്ക് സാറ് ഞങ്ങളെ കൊണ്ട് എത്തിച്ചു. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ക്ലാസ് സൂപ്പറായിരുന്നു സാർ. താങ്ക് യു. ഓക്കെ സാർ. റോയ് സാർ. സാറേ, ഈ ട്രാൻസാക്ഷൻ അനലൈസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മയിലുള്ളപ്പോൾ സാറിന്റെ ഈ ക്ലാസ്സുകൂടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക അവസ്ഥയിലായി കേട്ടോ. ശരിക്കും ഈ ഗ്രീക്ക് മെത്തോളജി ആയിട്ടുള്ള 6 സ്ക്രിപ്റ്റുകൾ പ്രോസസ് ചെയ്തുകൊണ്ടല്ലോ വളരെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രീക്ക് മിത്തോളജിയിൽ പലതും കേട്ടിട്ടുണ്ട്.
പക്ഷെ ഈ 6 ഈ ഗ്രീക്ക് മെത്തോളജിയുടെ ബേസിൽ സാർ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം എൻജോയ്മെന്റ് ആയിരുന്നു. സാറ് അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത് ഓപ്പൺ എൻഡഡ്. ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തേക്കില്ല എന്ന് പറയുന്ന ആ ഭാഗമുണ്ട്. അത് സാധാരണ രീതിയിൽ ഒരുവിധം ഏജന്റ് ആകുമ്പോഴൊക്കെ ഉള്ള ഒരു ഭാഗമാണ്, ജോലി മാത്രമല്ല. അപ്പോ ജൂപ്പിറ്ററും മെർക്കുറിയും ഇവിടെയും അതുപോലെ തന്നെ ഫിലോണും ഒക്കെ ആ കഥയോട് കൂടി വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എൻജോയ്മെന്റ് നമുക്ക് കിട്ടുന്നത്. ആ ഇത് അതുപോലെ തന്നെ ആ കല്ലുരുത്തി പോകുന്ന നമ്മോട് കയറിയിട്ട് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഓൾമോസ്റ്റ് എന്ന് പറയുന്ന സിറ്റി പ്രസിന്റെ ഇതെല്ലാം വളരെ എൻജോയബിൾ ആണെന്ന് മാത്രമല്ല, ജീവിതത്തിൽ പല ഒക്കേഷനിൽ പല ആൾക്കാരെയും ഇതുപോലെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇത് സർവ്വസാധാരണമായി ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണ്. അത് കാര്യം ഗ്രീക്ക് മിത്തോളജി ആയിട്ട് കമ്പയർ ചെയ്താലും ഇതിനെല്ലാം എക്സാമ്പിൾ സാറ് പറയുമ്പോൾ അതുപോലെയുള്ള ജീവിതാനുഭവത്തിൽ ഓരോരുത്തരും നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ സാർ, വളരെ എൻജോയബിൾ ആയിരുന്നു. വളരെ അത് തന്നെയല്ല, ഇപ്പോ ഇത് സ്ക്രിപ്റ്റ് കാണാതെ ഓർക്കാൻ പറ്റുന്ന ഒരു ഇത് ഭാഗം പെട്ടെന്ന് ഈ 6 അതിന്റെ പ്രോസസ്സ് വളരെ ഭംഗിയായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഷാജിമത് സാർ. തീർച്ചയായിട്ടും ജോഷി സാറിന്റെ ക്ലാസ് എപ്പോഴും വളരെ സൂപ്പറാണ്. സാറിന്റെ ഹൂ മൂഡ് ബൈ ചീസ് എന്നുള്ള ആ ബുക്കിന്റെ പ്രസന്റേഷൻ വളരെ സൂപ്പറായിരുന്നു. സാറിന്റെ എല്ലാ ക്ലാസ്സും വളരെ സൂപ്പറാണ്. സാറ് നേരത്തെ ഈ ഗ്രീക്ക് മിത്തോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ TA ക്ലാസ്സിൽ സാർ ഒന്ന് അവതരിപ്പിച്ചായിരുന്നു. ഗ്രീക്ക് മിത്തോളജി ഈ പറഞ്ഞ പോലെ എപ്പോഴും ആകർഷണമുള്ള ഒരു ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളുള്ള സാഹിത്യത്തിന്റെ ഭാഗമാണ്. പിന്നെ സാറിന്റെ പ്രസന്റേഷന്റെ ഫ്ലോ വളരെ സൂപ്പറായിരുന്നു. ഈ TA ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ സ്ക്രിപ്റ്റ്, ഇഞ്ചക്ഷൻസ്, ഡ്രൈവേഴ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഗ്രീക്ക് മിത്തോളജിയിലെ ഹെർക്കുലീസ്, അറ്റ്ലസ്, സോഫോക്ലിസ്, ടെൻഡലുസ്, അരഖനെ, സിസിഫൂസ്, ഫിലോമോൺ എല്ലാം വളരെ ക്ലിയറായി ഇതിന്റെ ആ വ്യക്തികളുടെ ജീവിതമായിട്ടുള്ള കണക്ഷന് മെസ്മറൈസിംഗ് ആയിട്ട്, ലൈഫ് ആയിട്ട്, റിയാലിറ്റി ഒക്കെ പ്രസന്റ് ചെയ്തപ്പോൾ പലതവണ കേട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് അതിന്റെ കണക്ഷൻ കൂടുതൽ ഗ്രീക്ക് മിത്തോളജിയിലേക്ക് നമുക്ക് കൂടുതൽ അന്വേഷിക്കാനൊക്കെ ഉള്ള വണ്ടർഫുൾ പ്രസന്റേഷൻ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാബു സാർ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമ്മുടെ കഥയിൽ ഒരു കാര്യമുണ്ടെന്നുള്ളതിന്റെ വലിയൊരു പാർട്ടാണ്. 6 കഥകളിലൂടെ, ഉപകഥകളിലൂടെ ഒക്കെ സാർ അത് സ്ഥാപിച്ചു. ഇങ്ങനെയും ക്ലാസ് എടുക്കാം എന്ന് നമുക്ക് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ക്ലാസ് എടുക്കാം എന്ന് സാർ അത് കൃത്യമായിട്ട് തെളിച്ചു. രാജു സാർ പ്ലീസ്. ഗ്രീക്ക് പുരാണങ്ങളിലെ കഥകൾ ഇത്രയും ആഴത്തിലുള്ളതാണ്. അത് നമ്മുടെ ഇന്നത്തെ ഇത്രയും വർഷങ്ങൾ ആയാലും നേരക്കണക്കിന് വർഷത്തിന് ശേഷവും ഇപ്പോഴും പ്രസക്തമാണ്, റിലവൻ്റ് ആണ്. ഇതിൽ നിന്നുമാണ് സാറ് ഈ പറയുന്നതായിട്ടുള്ള സ്ക്രിപ്റ്റും അതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻ അനാലിസിസ്, അതായത് നമ്മുടെ സ്വഭാവത്തിലേക്ക് വളരെ വിവരിച്ച ഇതിൽ 1-2 കഥാപാത്രങ്ങളെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഈ പറയുന്ന സിസിഫസ് ആയിരുന്നു. അതായത് നാരായണ പോലെ ഈ വലിയ തനിക്ക് താങ്ങാനാവാത്ത വലിയ കല്ലും ഉരുട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി അവിടെ നാരായണ മുകളിൽ ചെന്നിട്ട് അയാൾ ഭ്രാന്തായിട്ട് താഴോട്ട് എറിഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം ഈ പറയുന്ന സിസിഫസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ ഒരു ഘട്ടത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ് ചെയ്യുന്നത്. കാരണം പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അതായത് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു സമയമാകുമ്പോൾ നാം പോലും അറിയാതെ ഒരു ഘട്ടത്തിൽ നമ്മൾ മരിച്ചു പോകുന്നു. അതായത് ജീവിതം നമ്മളിൽ നിന്ന് വഴുതി പോകും. ഇതിന് എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വവാദം എന്നൊക്കെ വേണം പറയാം. അത് ഒഴിവാക്കുന്ന ഒരു ഉദാഹരണമാണ് അത്. പിന്നെ അതുപോലെ ഇവിടെ ടാൻഡലസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദേവൻ, ഗ്രീക്ക് ചക്രവർത്തി, അദ്ദേഹം ഇതുപോലെ എന്തോ കുറ്റം ചെയ്തിട്ട് അധോലോകത്തിലുള്ളതായിട്ടുള്ള ഒരു തടാകത്തിലെ ബന്ധനത്തിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ താഴെ വരെ വെള്ളം ഉണ്ടായിരുന്നു. അതേസമയം മുകളില് ഫലവൃക്ഷങ്ങൾ ഇങ്ങനെ ഫലമൂർന്നതായ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു.
എന്നാൽ ഇദ്ദേഹം വിശക്കുമ്പോൾ എന്തെങ്കിലും തിന്നാൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴത്തേക്ക് ഈ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ മുഖം താഴ്ത്തി കുടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ജലനിരപ്പ് തടാകത്തിലെ ജലനിരപ്പ് താഴോട്ട് പോകും. അതായത് നമ്മുടെ സമീപം പലതും കാണിച്ച് നമ്മളെ ആശിപ്പിക്കുക. ടെൻഡലൈസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ അതാണ് ആശിപ്പിച്ച് നിരാശരാക്കുക, ആശിപ്പിച്ച് ചതിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സമീപത്തെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് കൈയെത്താൻ വേഗത്തിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് മാറിപ്പോകുന്ന അവസ്ഥ. ടാൻഡലൈസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അതിനകത്ത് ഒന്നാണ് മോഹിപ്പിച്ചിട്ട് നിരാശരാക്കുക എന്നുള്ളത്. നിരാശയുടെ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതായ കാര്യമാണ്. അപ്പൊ ഇതൊക്കെയും വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് 6 കഥകളാണ് പറഞ്ഞത് അല്ലേ. 3 കഥകൾ മാത്രമേ എനിക്കറിയുള്ളൂ. പ്രൊമത്യൂസിന്റെ കഥ എന്ന് പറഞ്ഞ പ്രൊമത്യൂസ് സാർ പറഞ്ഞല്ലോ അല്ലേ. പ്രൊമത്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പണ്ട് സ്വർഗത്തിൽ മാത്രം ഉണ്ടായിരുന്ന തീ സ്വർഗത്തിന് മാത്രമായിരുന്നു, ദേവന്മാർക്ക് മാത്രമായിരുന്നു. ആ തീ അവർക്ക് വെളിച്ചവും അവർക്ക് ചൂടും വികാസവും ഉണ്ടായിരുന്നു. ഭൂമിയില് ഭൂമിയില് സാധാരണ ജനങ്ങളെ അത് തണുത്ത വിറച്ച് ഒരു തരത്തിലുള്ളതായിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുകയായിരുന്നു. എന്നാൽ ഈ സ്വർഗത്തിലിരുന്ന ഈ പ്രൊമത്യൂസ് ദേവനായിരുന്നു. അദ്ദേഹത്തിന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദയ തോന്നിയിട്ട് അദ്ദേഹം അറിയാതെ ഒരു തീപ്പൊരി താഴേക്ക് തള്ളിയിട്ടു. ആ തീപ്പൊരി താഴോട്ട് വന്നിട്ട് അത് ഭൂമിയിലുള്ളതായിട്ടുള്ള എല്ലാ വിളക്കുകളും കത്തി വെളിച്ചമുണ്ടായി, എല്ലാ അടുപ്പുകളും കത്തി ചൂടുണ്ടായി. അങ്ങനെ ആഹാരം വേവിച്ച് കഴിക്കാൻ മനുഷ്യന് സാധിച്ചു. അങ്ങനെ ഇഴഞ്ഞു നടന്നതായ മനുഷ്യനെ നിവർന്നു നിൽക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ അതേസമയം ഈ ദേവന്മാർ ഇത് കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. ആരാണ് ഈ കുറ്റം ചെയ്തത്? അപ്പോൾ ദേവന്മാരല്ലേ, അവരുടെ ദൃഷ്ടി കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത് പ്രൊമത്യൂസ് ആണെന്ന് മനസ്സിലായി. പ്രൊമത്യൂസ് തന്റെ കുറ്റം ഏറ്റെടുത്തു. പ്രൊമത്യൂസ് കൊടുത്ത ശിക്ഷ അവിടെ എന്താണെന്ന് പറഞ്ഞാണ്, അതായത് 2 മഹാസമുദ്രങ്ങളുടെ നടുവിലുള്ളതായ ഒരു പാറയിൽ അദ്ദേഹത്തെ ബന്ധിച്ചതിന് ശേഷം ഒരു കഴുകൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം, സ്നേഹമസൃതമായ ഹൃദയം കുത്തിവലിക്കുമായിരുന്നു. പകൽ മുഴുവൻ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം വേദനിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക ക്രൂരമായിട്ടുള്ള ഈ നഖം കൊണ്ട് അമർത്തി പിടിച്ചിട്ട് കൂർത്ത ചുണ്ടുകൊണ്ട് കുത്തിപ്പറിക്കുന്നു. അതേസമയം രാത്രി പിന്നെയും ഈ പറയുന്ന ഈ ഹൃദയം കൂടി വളരുന്നു. പിന്നെ അടുത്ത ദിവസം പകല് അതുപോലെ തന്നെ ഇതേ പ്രക്രിയ തുടരുന്നു. അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും നാം സഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, അതാണ് വലിയ മഹാന്മാരൊക്കെ യേശുക്രിസ്തു, മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ അബ്രഹാം ലിങ്കൺ ഒക്കെ ഇവരൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള വേദനകൾ ചരിത്ര പുരുഷന്മാരിലേക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പ്രൊമത്യൂസിന്റെ കാര്യം പറയുന്നത്. ഇങ്ങനെ പല വലിയതായിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ സുഹൃതങ്ങൾ, അത് സുഹൃതങ്ങൾ അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഗ്രീക്ക് വേദങ്ങളിലുള്ള ഗ്രീക്ക് പുരാണങ്ങളിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കോശി സാറ് അങ്ങനെ 6 പേരെ ഇവിടെ പരിചയപ്പെടുത്തി തന്നു. തീർച്ചയായിട്ടും വളരെയധികം ഹൃദയ സ്പർശിയായിട്ടുള്ള കഥകളായിരുന്നു. ഭംഗിയായിട്ട് അവതരിപ്പിച്ചു, യാതൊരു തട്ടും തടവും കൂടാതെ സാർ അവതരിപ്പിച്ചു. അതിന് പ്രത്യേകമായ അഭിനന്ദനം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. ഗ്രീക്ക് കഥകളുടെ ഒരു രാജാവാണ് രാജു സാർ. ഇഷ്ടംപോലെ കഥകൾ സാറിന്റെ കയ്യിലുണ്ട്. കഥകളും ഉപകഥകളും ഒക്കെ പറയാൻ രാജു സാറിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഈ സാർ എങ്ങനെയാ സാർ ഇത് പഠിച്ചത്? കഥകളൊക്കെ വായിക്കുവായിരുന്നു? അങ്ങനെ വായിക്കത്തില്ല, പിന്നെ ഇങ്ങനെ കേട്ട് പലയിടത്തും പ്രസംഗത്തിലും കേട്ട് പരിചയിച്ച ഈ പ്രൊമോത്യൂസിന്റെ കഥ കോട്ടുകളും പാതേ എന്നൊരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ, അതിലൊരു പാട്ടായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പ്രൊമോത്യൂസിന്റെ കഥ. ചിപ്പിയുടെ ആദ്യത്തെ പടമാണ്. അതെ എക്സാക്ട്ലി. ഓക്കെ, ജോർജ് സാർ പറയൂ. ജോർജ് സാർ, രമാവതി മാം, ജോഷി സാർ, അബ്ദുൾ റഹീം സാർ, ഹംസ സാർ, മേരി മാം, anybody else? ഈ 6 തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ടോ എന്നൊന്ന് നോക്കണേ. ഈ സ്ക്രിപ്റ്റുകളൊന്നും നല്ലതല്ല, ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്, അല്ലെ?
പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്വല്പോടെ ഒന്ന് ശരിയായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ എന്ന് തോന്നുന്ന രീതിയിൽ ഓൾമോസ്റ്റ് എന്ന് പറയുന്നൊരു സ്ക്രിപ്റ്റ് മിക്കവാറും ആളുകൾ പൊതുവെ കാണുന്ന ആ സ്ക്രിപ്റ്റിലാണ്. പക്ഷെ ചുരുക്കം മറ്റുള്ള സ്ക്രിപ്റ്റുകളിലും ആളുകളുണ്ട്. രമാവതി മാം പറയും. ഡോക്ടർ ജോഷി സാറിന്റെ നല്ലൊരു അവതരണം. കാരണം ഞാനിന്ന് വൈകുന്നേരം കുമാരേട്ടനോട് പറഞ്ഞു വയലിൽ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് വേഗം വീട്ടിലെത്തണം എന്ന്. അതുപോലെ 7:10 ഞാൻ ഓടിയെത്തി ഇവിടെ. ഏതായാലും ഒരു ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നഷ്ടമായേനെ. റണ്ണാവുന്നുണ്ടല്ലേ? ഒരു സ്ക്രിപ്റ്റ് റണ്ണാവുന്നുണ്ട്. നഷ്ടായേനെ. കാരണം ജീവിതത്തിൽ അതും പറയാതിരിക്കാൻ വയ്യ. ജീവിതത്തിൽ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ, മെഡോണയിൽ പഠിക്കുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാല് നമുക്കിങ്ങനെ ചൂലുണ്ടാക്കാനെല്ലാം പഠിപ്പിച്ചു തരും. അപ്പൊ അതിനുവേണ്ടി പോയതായിരുന്നു. പക്ഷെ ഞാൻ 7:10 വീട്ടിലെത്തി. സാറ് പറഞ്ഞ പോലെ നമ്മള് ചെറുപ്പത്തില് രക്ഷിതാക്കളിൽ നിന്ന് ഒരുപാട് ലാളന കിട്ടുന്നുണ്ടല്ലോ സാർ. ജനിച്ച ഉടനെ കുട്ടികൾക്ക് രക്ഷിതാക്കൾ മാത്രമല്ല, ജനിച്ച കുട്ടികൾക്ക് കുടുംബത്തിൽ ആ കുട്ടി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഓരോ കൈകളിലേക്ക് ഇങ്ങനെ വരികയാണ് ആ കുട്ടി. എന്നിട്ട് ആ കുട്ടീനെ ഉമ്മം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഉമ്മം കൊടുക്കുന്ന കുറച്ച് കുറഞ്ഞത് കുട്ടികളെല്ലാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾ ഓരോ കയ്യിലേക്ക്, ഓരോ കുടുംബത്തിലെ ഫംഗ്ഷൻ എത്തുമ്പോൾ കുട്ടികൾ ഓരോ കയ്യിലേക്ക് വന്നിട്ട് ഇങ്ങനെ അത് അമർത്തി പിടിച്ചിട്ട് ഉമ്മം വെക്കായിരുന്നു സ്നേഹത്തോടെ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഇത് കുറച്ച് ഇങ്ങനെ മാറി മാറി വന്നു. അവന് ഒരു 2-3 വയസ്സ്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിടിച്ച് ഉമ്മം വെക്കുക, ഇഷ്ടമുള്ള സംഗതി പാട്ട് പാടിയാലും അങ്ങനെയെല്ലാം മാറിയിട്ട് പിന്നെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിന്റെ എണ്ണം കുറയാണ്. അതുപോലെ ഓരോരോ ഇഷ്ടങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പം 2 കുട്ടികളുണ്ടെങ്കിൽ ആരും ഗസ്റ്റെല്ലാം വന്നാല് ഇവൻ നല്ലോണം പഠിക്കും, ഇവൻ കൊള്ളത്തില്ല, ഇവൻ ഇങ്ങനെ കുറെ കളിച്ച് നടക്കും, പഠിക്കൊന്നുമില്ല, മാർക്കൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ കഴിവ് വേറെ സംഗതികളിൽ ആ കുട്ടിക്ക് ഉണ്ടാവും. അതൊന്നും അവിടെ ഒരു സബ്ജക്റ്റേ അല്ല. അതുപോലെ സാറ് ജീവിതത്തിനെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞത്. നമ്മുടെ ഇപ്പൊ ജനനം, ജീവിതം, മരണം എന്ന് പറയുമ്പോ അതില് ആ 3 കാര്യത്തിൽ നമ്മൾ നടുക്കുള്ള ആ ജീവിതം എന്നുള്ള സംഭവം ചെയ്യുമ്പോ നമ്മളൊക്കെ ഒരു ഗിഫ്റ്റാണ് നമ്മളെ ലൈഫ്. അതിനിടയിൽ നമ്മളെ ഇവിടെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ ജീവിച്ച് മരിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. നമ്മളെ ലൈഫ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ്. അങ്ങനെ നമ്മൾ എപ്പോഴും ഏത് പ്രായത്തിലും അങ്ങനെ ചിന്തിച്ചിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. സാറിപ്പോ അതിൽ ഒരുപാട് കഥകളെല്ലാം പറഞ്ഞല്ലോ. ഈ കുട്ടികളെ പറ്റിയിട്ട് പറയുമ്പോൾ വേറൊരു കാര്യം പാരന്റ്സ് ചെയ്യുന്നത്, കുട്ടി എല്ലാറ്റിലും A+ കാണിക്കുമ്പം നല്ലോണം പുകഴ്ത്തി എല്ലാരും ഫോൺ വിളിച്ച് അറിയിച്ച് എന്റെ മോനല്ലേ അല്ലെങ്കിൽ എന്റെ മോളല്ലേ A+ ആണ് അതൊക്കെ പറഞ്ഞ്, നേരെ മറിച്ച് +2 എത്തുമ്പോ ഒരു 2 A+ കുറഞ്ഞു പോയാൽ പിന്നെ ആ കുട്ടീനോട് ഭയങ്കര ദേഷ്യതൊക്കെയാണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് കാണാം. കാരണം അവരിപ്പം മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. സാറ് ഇപ്പൊ നേരത്തെ ആദ്യം തുടക്കത്തിൽ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വിലക്കുകളെല്ലാം പറഞ്ഞു. അപ്പൊ ആ മൈൻഡിൽ ഇങ്ങനെ മൈൻഡ് സെറ്റപ്പിലെ കുട്ടികൾ ഇങ്ങനെ ഓരോ കാര്യങ്ങള്, അതെനിക്ക് ചെയ്യാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അയൽവക്കത്ത് പോകാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സാർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പെൻഷൻ ആയി കഴിഞ്ഞിട്ട്, സാറ് പറഞ്ഞ പോലെ തന്നെ പണ്ട് പെൻഷൻ ആയി കഴിഞ്ഞാൽ ഒരു ചാരുകസേര ഒരു പത്രമൊക്കെ ഉണ്ടെങ്കിൽ ജീവിതമായി. അതുപോലെ സ്ത്രീകൾക്ക് പേരക്കുട്ടികളുണ്ടെങ്കിൽ ജീവിതമായി. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എല്ലാരും പൊതുരംഗത്തൊക്കെ പിന്നെ ഇറങ്ങിക്കൊണ്ടും ഒരുപാട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ട് ജീവിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നിമിഷം കളയാറില്ല എന്നുള്ളതാണ്. പറ്റാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് അല്ലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അതുക്കും മേലെ. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു സാറേ, എനിക്ക് ഇഷ്ടമായി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. സാറേ, ചിലവര് കാറ് കഴുകിയാൽ മാത്രമേ ഓടിക്കത്തുള്ളൂ എന്ന് പറയാം. അത് ഏത് സ്ക്രിപ്റ്റ് വരും സാറേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ബി പെർഫെക്റ്റാ. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉള്ളതെങ്കിൽ ആ പുള്ളിയും രക്ഷപ്പെടത്തില്ല, കുടുംബം രക്ഷപ്പെടത്തില്ല. ചിലർക്ക് പാത്രങ്ങൾ കഴുകി ഒരിക്കലും തീരില്ല. അതിങ്ങനെ എല്ലാം അവിടെ ഒരു തുള്ളി ഇവിടെ ഒരു തുള്ളി ഇങ്ങനെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ. ഓക്കെ, അപ്പൊ താങ്ക്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? ജോർജ് സാർ ഉണ്ടോ? ജോഷി സാർ, അത്ഭുത സാർ. ഓക്കെ, സമയം ഒത്തിരിയായി. ഓക്കെ, താങ്ക് യു ജോഷി സാർ, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ തെറാപ്പിയുടെ സ്റ്റോറി തെറാപ്പി അവതരിപ്പിച്ചു. അപ്പൊ സാർ അത് പൂർണ്ണമായിട്ടും കഥകളിലൂടെ
തെറാപ്പിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിൽ പറയുകയും ചെയ്തു. താങ്ക് യു സർ വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. സാറിന്റെ അടുത്ത ടോപ്പിക് ഏതായിരുന്നു? ഒരു ടോപ്പിക് സാറ് ഡയഗ്നോസിസ് അല്ല? ഡയഗ്നോസിസ്. ഓക്കെ, ഡയഗ്നോസിസ്. അപ്പൊ അതില് ഈഗോ സ്റ്റേറ്റ്സും സ്ക്രിപ്റ്റും അതുപോലെ ഗെയിംസും ഒക്കെ ഡയഗ്നോസിസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഉടനെ അത് കേൾക്കാം. ഓക്കെ സാർ, താങ്ക് യു. അതെ, നമ്മുടെ പോസ്റ്റർ ക്ലാസ് കഴിഞ്ഞോ സാറെ? കഴിഞ്ഞ ഈ ആഴ്ച ഈ MG യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. 5 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പൊ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്തേ. അപ്പൊ ഞാനത് തിരക്കി പോയി. അതുകൊണ്ടാണ് അടുത്ത ആഴ്ച ഉണ്ട് സാർ. എനിക്ക് മാറ്റുന്നില്ല. ഞങ്ങൾ നാടകോത്സവം നടക്കുകയായിരുന്നു ഇവിടെ ചങ്ങനാശ്ശേരിയിൽ. അതായത് ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയില് ഒരാഴ്ച നീണ്ടതായിട്ടുള്ള ഈ പ്രൊഫഷണൽ നാടക മത്സരം. അതുകൊണ്ടാണ് ഞാൻ കേട്ടിരുന്നു സാർ, ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച അല്ലേ? കുഴപ്പമില്ല. നെക്സ്റ്റ് വീക്ക് അടുത്ത വ്യാഴം വേണ്ടി. അടുത്ത വ്യാഴം ഇത് ഈ ആഴ്ച പെട്ടെന്ന് ഈ ആഴ്ച അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക്. ഓക്കെ, താങ്ക് യു. ഈ ആഴ്ച ഈ പ്രോഗ്രാമായിട്ട് ഭയങ്കര ബിസി ആയി പോയത്. ഓക്കെ സാർ, ജോഷി സാർ ഒരിക്കൽ കൂടി. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച് ഫോർ ഹിയറിംഗ്. താങ്ക് യു സർ. താങ്ക് യു.